ഒരിക്കൽ കൂടെ കരം ഉയർത്തിയ ശക്തിയോടെ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. മനോഹരമായ രാത്രിക്കായി വീണ്ടും ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസന്മാർക്കും നിങ്ങൾക്ക് എല്ലാവർക്കും കർത്താവിൻ്റെ നിസ്തുല്യനാമത്തിൽ വീണ്ടും സ്നേഹവന്ദനം നൽകുന്നു. ദൈവവചനവും യേശുവിൻ്റെ സാക്ഷി നിമിത്തം ഈ രാത്രിയിലും നിങ്ങളുടെ മധ്യയായിരിക്കാൻ കർത്താവുന്ന വിലയേറിയ അവസ്ഥനായി ഞാൻ കർത്താവിൻ്റെ വാഴ്ത്തിലർപ്പിക്കുന്നു. ബഹുമാനപ്പെട്ട സോണി പാസ്റ്റർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ബഹുമാനപ്പെട്ട സണ്ണി പാസ്റ്റർ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കർത്താവിൻ്റെ ദാസനും എൻ്റെ സ്നേഹിതൻ, എൻ്റെയും സ്നേഹിതനാണ് പാസ്റ്റർ ജെക്സി അവരിൽ ഇപ്പോൾ മനസ്സിലാക്കാനിടയായി. നിങ്ങളോടൊപ്പം ആയിരിക്കും സന്തോഷമുണ്ട്. നിങ്ങൾക്ക് സന്തോഷമുണ്ടെങ്കിൽ ഒരിക്കൽ കൂടെ കരം ഉയർത്തി ശക്തിയോട് കേരളത്തിൽ നിങ്ങളുടെ എല്ലാം സ്ഥലത്ത് ഒന്നിലധികം പ്രാവശ്യം ഞാൻ ദൈവവചനം പ്രസംഗിക്കാൻ വന്നിട്ടുണ്ട്. എല്ലാ സ്ഥലത്തും ഞാൻ കേരളത്തിൽ ഈച്ച് ആൻഡ് എവറി കോർണർ അരിച്ചുപെറുക്കി യാത്ര ചെയ്യുന്നയാളാണ്. ഇന്ത്യയിലെ എല്ലാ പട്ടണങ്ങളിലും. നിങ്ങളവിടെ ഇല്ലാഞ്ഞ എൻ്റെ കുഴപ്പം കൊണ്ടല്ല, അതുകൊണ്ട് നിങ്ങൾ ഇവിടെ വന്ന് കാണാൻ കർത്താവ് ഇടയാക്കി. കർത്താവ് നമ്മുടെ സംസാരിക്കാൻ വളരെ പ്രാർത്ഥനയുണ്ടായിരിക്കാം. ഇതൊരു മഹായോഗമാണ്. ഇത് മഹായോഗമാകുന്നത് എത്രായിരം ആളിവിടെ വന്നു എന്നുള്ളതല്ല, എത്ര ഗായക സംഘം ഇവിടെ പാടുന്നു എന്നുള്ളതല്ല, എത്ര വാർഡ് സിസ്റ്റം ഇവിടെ വർക്ക് ചെയ്യുന്നുള്ളതല്ല. ഇത് മഹായോഗമാകുന്നത് മഹാദൈവത്തിന്റെ സാന്നിധ്യം. വാതുറന്ന ശക്തിയുടെ സ്തോത്രം ചെയ്യുവാൻ മഹാദൈവത്തിന്റെ സാന്നിധ്യമുള്ളിടം മഹായോഗമാണ്. കർത്താവ് നമ്മോട് സംസാരിക്കട്ടെ. മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യം. മാത്യു ചാപ്റ്റർ 5:13. 5:13. ഉപകാരമില്ലാതെ പോയാൽ അതിന് എന്തോന്ന് കൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നിങ്ങൾ ലോകത്തിന്റെ വെളിച്ചമാകുന്നു. ഒരു നിമിഷം കിടക്കാൻ പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ രാധിക്കാൻ വാഴ്ത്തുന്നു കൊടുത്ത സാന്നിധ്യത്താൽ അനുഗ്രഹിച്ചിരിക്കാൻ സ്തോത്രം. ഈ ഹാളിൽ വന്ന എല്ലാവരോടും കർത്താവ് രാത്രി ഇടപെടണമേ. ഈ ഹാൾ വിട്ട് നിന്റെ ജനം വിടുതലോട് മടങ്ങാനിടയാകണം. പരിശുദ്ധാത്മാവ് ഞങ്ങളെ സ്പർശിക്കാൻ പോയാൽ സ്തോത്രം, ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ പോയാൽ സ്തോത്രം, ഞങ്ങളെ ധൈര്യപ്പെടുത്താൻ പോയാൽ സ്തോത്രം, ഞങ്ങളുടെ തെറ്റുകളെ തിരുത്താൻ പോയാൽ സ്തോത്രം, നമ്മുടെ കരം ഞങ്ങളെ തൊടാൻ പോയാൽ അങ്ങ് സ്തുതിക്കാം. പ്രാർത്ഥനയായി സ്തോത്രം യേശുവിൻ നാമത്തിൽ തന്നെ. ഒരിക്കൽ കൂടെ വാക്യം വായിക്കാം. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. ഉപകാരമില്ലാതെ പോയാൽ അതിന് എന്തോന്നുകൊണ്ട് രസം വരുത്താം? പുറത്ത് കളഞ്ഞിട്ട് മനുഷ്യർ ചവിട്ടുവാനല്ലാതെ മറ്റൊന്നിനും പിന്നെ കൊള്ളുന്നതല്ല. നമ്മൾ വാഴ്ത്തപ്പെട്ടവനായ കർത്താവ് ക്രിസ്ത്യാനിയെ, വിശ്വാസിയെ ഉപ്പിനോട് താരതമ്യം ചെയ്തിരിക്കുന്നു. നിങ്ങൾ ഭൂമിയുടെ ഉപ്പാകുന്നു. എന്താണ് ഉപ്പിന്റെ പ്രത്യേകതകൾ? ഇവിടെ ഇരിക്കുന്ന നമുക്കെല്ലാം അറിയാം. കമ്പോളത്തിലെ ഏറ്റവും വില കുറഞ്ഞൊരു സാധനം ഉണ്ടെങ്കിൽ അതെന്താ? ഉപ്പ. ഏറ്റവും വില കുറഞ്ഞൊരു സാധനമാണ് ഉപ്പ്. പണ്ടൊക്കെ നമ്മുടെ നാട്ടിൽ ഉപ്പ് ചാക്ക് കണക്കിന് കൊണ്ടുവന്നിട്ട് കടയുടെ എങ്ങനെ അകലെ കൊണ്ടുവെക്കുക എന്ന് പറഞ്ഞാൽ ഉപ്പ് ആരും അലമാരി വെക്കത്തില്ലായിരുന്നു, സേഫായി വെക്കില്ല. കാരണം ഉപ്പിനെ ആരും എടുത്തുകൊണ്ട് പോകുന്നില്ല, വില കുറഞ്ഞതാണ്. അപ്പോൾ വില കുറഞ്ഞതാണ് ഉപ്പ്. ഉപ്പ് വില കുറഞ്ഞതാണെങ്കിലും ഒഴിവാക്കാൻ പറ്റാത്തതാണ്. ക്രിസ്ത്യാനി ലോകത്തിന്റെ ദൃഷ്ടിയിൽ വില കുറഞ്ഞവനാണെങ്കിലും, ദൈവവൈദ്യ ലോകത്തിന്റെ ദൃഷ്ടിയിൽ വില കുറഞ്ഞവനാണെങ്കിലും നീ ഒഴിവാക്കാൻ പറ്റാത്തവൻ. എന്താണ് ഉപ്പിനെ വിലയുള്ളതാക്കുന്നത്? ഉപ്പിനെ വിലയുള്ളതാക്കുന്നത് ഇവിടെ നമ്മൾ വായിച്ചു. എന്താണ്? കാരം, രസം. ഉപ്പിന്റെ രാസനാമം സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡ്. ഉപ്പിനെ വിലയുള്ളതാക്കുന്നത് അതിൻ്റെ കാരമാണ്, അതിൻ്റെ രസമാണ്. ഇന്ന് രാത്രിയോടെ വന്ന് ദൈവമക്കൾ ഓർത്തോണം, നമ്മെ വിലയുള്ളതാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകം. ശക്തിയോടെ നമ്മെ വിലയുള്ളവരാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവകൃപയാണ്. ദൈവകൃപ പോയാൽ, അഭിഷേകം പോയാൽ നമ്മൾ ശേഷം മനുഷ്യരെ പോലെയാണ്. ഇച്ചിരിയുടെ വോളിയം ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അല്പോടെ ഒന്ന് കയറ്റി വെച്ചു തൊണ്ടയെല്ലാം പോയിരിക്കാം. ഒരിക്കലും കൂടെ ശക്തിയോടെ ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മെ വിലയുള്ളവരാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകമാണ്.
നമ്മെ വ്യത്യസ്തരാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവശക്തിയാണ്. ഇവിടെ ഇരിക്കുന്ന നമ്മുടെ 95% ആളുകളുടെയും മാതാപിതാക്കൾ ഒന്നുകിൽ ഏതെങ്കിലും ഒരു പാരമ്പര്യ ചർച്ചിൽ നിന്ന് വന്നവരാണ്, ട്രഡീഷണൽ ചർച്ചിൽ നിന്ന് വന്നവരാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ വലിയ സഭകൾ വിട്ടു. കത്തോലിക്ക സഭയിൽ ഒരു ഇടവകയിൽ 1000 കുടുംബങ്ങളും 2000 കുടുംബങ്ങളും ഒക്കെയുള്ള ഇടവകളുണ്ട്. അതുപോലെ യാക്കോബ, മാർത്തോമാ, CSI, ഇല്ലെങ്കിൽ ഏതെങ്കിലും ഹൈന്ദവ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്നവരാണ്. ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, നിങ്ങളോ നിങ്ങളുടെ അമ്മയപ്പന്മാരോ പെന്തക്കോസ്തിലേക്ക് വന്നത് എന്തോ കണ്ടോണ്ട? സ്വതന്ത്രം ഒന്നുകൂടെ മനസ്സിലാക്കി തരാം. നമ്മളുടെ മാതാപിതാക്കൾ ആരാധിച്ചു കൊണ്ടിരുന്നത് അമ്പര ചുംബികളായ ദൈവാലയങ്ങളിലായിരുന്നു. അവിടെ MLA ഉണ്ടായിരുന്നു, MP ഉണ്ടായിരുന്നു, കൂറ്റൻ ഓഡിറ്റോറിയങ്ങൾ ഉണ്ടായിരുന്നു. സ്വതന്ത്രം ആയിരക്കണക്കിന് ആളുകൾ ഉണ്ടായിരുന്നു. ഇതെല്ലാം നീ വിട്ടിറങ്ങിയത് ഇവിടുത്തെ ഓഡിറ്റോറിയം കണ്ടുകൊണ്ടല്ല, ഇവിടുത്തെ പള്ളി കണ്ടുകൊണ്ടല്ല, ഇവിടുത്തെ നേതാക്കന്മാരെ കണ്ടുകൊണ്ടല്ല, പ്രസ്ഥാനങ്ങളുടെ വലിപ്പം കണ്ടുകൊണ്ടല്ല. നീ ദൈവത്തെ സേവിപ്പാൻ ഇറങ്ങിയത് ഏതെങ്കിലും നേതാവിനെ കണ്ടുകൊണ്ടല്ല, തേജോമനായ ദൈവത്തെ കണ്ടുകൊണ്ടാണ്. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും. പെന്തക്കോസ്തിലേക്ക് ആരെങ്കിലും വരുന്നെങ്കിൽ പള്ളിയുടെ വലിപ്പം കണ്ടുകൊണ്ടല്ല. ആണോ ഇല്ലെന്ന് പറ. സെമിത്തേരി കണ്ടുകൊണ്ടല്ല, സഭാ ഹാളുകൾ കണ്ടുകൊണ്ടല്ല, ഓഡിറ്റോറിയം കണ്ടുകൊണ്ടല്ല, ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടുകൊണ്ടാണ്. നമ്മുടെ എല്ലാ സഹോദരന്മാരൊക്കെ കരമടിച്ച് ദൈവത്തെ സൂചിച്ച് വ്യാപരിക്കുന്ന ദൈവശക്തി കണ്ടുകൊണ്ടാ, അഭിഷേകം കണ്ടുകൊണ്ടാ. സ്തോത്രം. ഞാൻ സാധാരണ പറയാറുണ്ട്, കോട്ടയം ജില്ലയിലെ സകല പെന്തക്കോസ്ത് ഹോളുകളും വിറ്റുപെറുക്കിയാലും കൊച്ചിൻ ഭേദം വന്നിട്ടുണ്ട്. വിറ്റുപെറുക്കിയാലും കോട്ടയം ജില്ലയിലെ ഒരു കത്തോലിക്ക പള്ളി വാങ്ങാൻ കാശിട്ടില്ല. ഒരു അരമനപ്പള്ളി വാങ്ങാനുള്ള കാശുണ്ടോ? ഇല്ല. പക്ഷെ ഈ വലിയ അരമനപ്പള്ളി വിട്ട്, സ്വതന്ത്രം വലിയ അരമനകൾ വിട്ട് എന്തുകൊണ്ട് ജനം പെന്തക്കോസ്തിലേക്ക് വരുന്നു? പ്രസ്ഥാനങ്ങളുടെ വലിപ്പം കണ്ടുകൊണ്ടല്ല, സ്ഥാപനങ്ങൾ കണ്ടുകൊണ്ടല്ല, ഇവിടെ വ്യാപരിക്കുന്ന ദൈവത്തിന്റെ ശക്തി കണ്ടുകൊണ്ട്. അതവർക്ക് കരങ്ങളടിച്ച് ശക്തിയോടെ സ്വന്തം പറയുവാൻ കഴിയും. നമ്മെ വ്യത്യസ്തരാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകമാണ്. നമ്മെ വ്യത്യസ്തരാക്കുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന ദൈവകൃപയാണ്. എത്രവർക്ക് ശക്തിയോടെ കർത്താവിനെ സ്തുതിപ്പാൻ കഴിയും. ഉപ്പും കാര്യമില്ലാതെ പോയാൽ എന്തൊന്നുകൊണ്ട് ഫലം വരുത്താം. എന്ന് പറഞ്ഞ അർത്ഥം, അഭിഷേകം പോയാൽ, ദൈവകൃപ പോയാൽ നാം ശേഷം മനുഷ്യരെക്കാൾ അനിഷ്ടരാണ്. നമ്മൾ വ്യത്യസ്തരാക്കുന്നത് നമ്മുടെ മേൽ ദൈവം പകർന്ന അഭിഷേകമാണ്. ഞാൻ കൂടെ പറയാറുണ്ട്, നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഒരു കാലത്ത് നമ്മൾ ആരാധിച്ചു കൊണ്ടിരുന്ന വലിയ ദൈവാലയങ്ങൾ, അവിടെ മധുവായി ഉണ്ടായിരുന്നു, അവിടെ ധൂപക്കുറ്റി ഉണ്ടായിരുന്നു, അവിടെ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരുണ്ടായിരുന്നു, അവിടെ അംശവടി ഉണ്ടായിരുന്നു, അവിടെ സിംഹാസനങ്ങൾ ഉണ്ടായിരുന്നു. എന്നാൽ നമ്മളിപ്പോൾ വന്നിരിക്കുന്നിടത്ത് ഇവിടെ മധുവായില്ല, ഇവിടെ ധൂപക്കുറ്റിയില്ല, ഇവിടെ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതന്മാരില്ല. എന്നാൽ അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ട്. അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ടായിരിക്കണം. അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുന്നുണ്ട്. അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെ ഉണ്ട്. ഇവിടെ ദൈവത്തിന്റെ തേജസ് ഇറങ്ങുന്നുണ്ട്. അവിടെ ഇല്ലാത്തതൊന്ന് ഇവിടെയുണ്ട്. ഇവിടെ ദൈവത്തിന്റെ അഗ്നി കത്തുന്നുണ്ട്. എത്രയൊക്കെ ഞാൻ പറയുന്ന മനസ്സിലാകുന്നുണ്ട്. ദൈവ പ്രവർത്തനം. ഇതിന്റെ ചർച്ചിലേക്ക് ആരെങ്കിലും വരുന്നെങ്കിൽ ആൾക്കൂട്ടത്തിന്റെ വലിപ്പം കണ്ടുകൊണ്ടല്ല, കായിക സംഘത്തിന്റെ മിടുക്ക് കണ്ടുകൊണ്ടല്ല, പ്രസംഗത്തിന്റെ മാധുര്യം കൊണ്ടല്ല. ഇതിനകത്ത് ആരെങ്കിലും വരുന്നെങ്കിൽ ഇവിടെ വ്യാപരിക്കുന്ന ദൈവശക്തി ഉണ്ട്. അത് നമ്മൾ മറക്കരുത്. അഭിഷേകം കൊണ്ടുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, പെന്തക്കോസ്തിന്റെ ആദ്യകാല നേതാക്കന്മാർ, അവർക്ക് വലിയ വേദശാസ്ത്ര ഡിഗ്രി ഇല്ലായിരുന്നു. ഇത് ഈ സഭയോടുള്ള ദൂതാണ്, ഈ ദേശത്തോടുള്ള ദൈവസഭയോടുള്ള ദൂതാണ്. വലിയ വേദശാസ്ത്ര ഡിഗ്രി അവർക്കില്ലായിരുന്നു.
മുമ്പേ ഞാൻ പറഞ്ഞതുപോലെ വലിയ ബൈബിൾ കോളേജുകൾ അവർക്കില്ലായിരുന്നു, സെമിനാരികളില്ലായിരുന്നു. സഹോദരൻ, അവർ വളരെ സാധാരണക്കാരായിരുന്നു. പക്ഷെ അവരുടെ അകത്ത് അഭിഷേകത്തിന്റെ അധികാരമുണ്ട്. സമുദായ കോട്ടകളെ അവർ ഇടിച്ചു, സാത്താന്യ ശക്തികളെ അവർ വെല്ലുവിളിച്ചു, അന്ധകാര ശക്തികളുടെ മുമ്പിൽ മുട്ടുകുത്തി. ആർക്കും അവരെ തോൽപ്പിക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് രാത്രി ഇവിടെ ഉള്ള ദൈവവൈദ്യനോട് ഞാൻ പറയാം, നിങ്ങൾ കുറച്ചുപേരെ ഉള്ളെങ്കിലും നിങ്ങളുടെ അകത്ത് ദൈവശക്തി വ്യാപരിക്കാൻ തുടങ്ങിയാൽ ഓരോ അന്ധകാര വ്യാപാരത്തിലും നിങ്ങളെ തകർക്കാൻ കഴിയില്ല. കാനഡയിൽ വ്യാപരിക്കുന്ന എത്ര വലിയ അന്ധകാര ശക്തിക്കും നിങ്ങളെ കീഴടക്കാൻ കഴിയില്ല. എത്ര കര ഉയർത്തിയാട്ടി ദൈവത്തെ ശ്രദ്ധിച്ചിരിക്കണം. ദൈവത്തിന്റെ ദാസന്മാർക്ക് പണമില്ലായിരുന്നു, പാണ്ഡിത്യമില്ലായിരുന്നു, സ്ഥാപനങ്ങളില്ലായിരുന്നു. പക്ഷേ അവർ സമുദായ കോട്ടകൾ ഇടിച്ചു. പെന്തക്കോസ്തിലേക്ക് ജനം ഒഴുകി, ഇന്ന് ഒഴുകിക്കൊണ്ടിരിക്കുന്നു. കാരണം അഭിഷേകത്തിന്റെ നിറവ്. അവർക്ക് ഭൗതികമായൊന്നും ഇല്ലെങ്കിലും ഒന്നുണ്ടായിരുന്നു. എന്തുകൊണ്ടായിരുന്നു? അഭിഷേകത്തിന്റെ അധികാരം. ഒന്ന് പറഞ്ഞേ, എല്ലാവരും പറഞ്ഞേ. ഇതിനൊക്കെ എന്താ വേണം? ദൈവമക്കളെ, ഇന്ന് രാത്രി നിങ്ങൾ ഓർത്തോണം, നമ്മൾ പ്രാപിച്ചിരിക്കുന്ന ആത്മാവിന്, അഭിഷേകത്തിന് ഒരധികാരമുണ്ട്. നമ്മൾ പലർക്കും അറിഞ്ഞുകൂടാ. നമ്മൾ വിചാരിച്ചിരിക്കുന്നത് കുറെ അന്യഭാഷ പറഞ്ഞ് നിർത്താൻ വേണ്ടിയാണ് ഈ ആത്മാവിനെ തന്നിരിക്കുന്നതെന്നാണ്. അല്ല, അന്യഭാഷ പറഞ്ഞ് നിർത്താൻ വേണ്ടിയല്ല ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നത്. ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നതിന് വേണ്ടിയാണ്. കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, ദാവീദിന്റെ നന്മകളെ അവരിപ്പാൻ വന്ന സിംഹത്തെയും കരടിയെ അവൻ വലിച്ചു കീറിക്കളഞ്ഞു. ദൈവം നിന്റെ മേൽ ആത്മാവിനെ തന്നത് കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ, നിന്റെ ആത്മീയ നന്മകളെ, നിന്റെ ഭൗതിക നന്മകളെ അപകരിപ്പാൻ വരുന്ന സാത്താന്യ ശക്തികളെ തകർക്കുവാനുള്ള അഭിഷേകം ദൈവം നിന്റെ മേൽ തന്നിരിക്കുകയാണ്. ദൈവം എന്തിനാണ് ആത്മാവിനെ പകർന്നത്? അന്യഭാഷ പറഞ്ഞു നിർത്താൻ വേണ്ടി മാത്രമല്ല, കയ്യിലൊന്നുമില്ലാതിരിക്കെ, കൂടെ ആരുമില്ലാതിരിക്കെ നിന്നെ വിഴുങ്ങുവാൻ വരുന്ന പാപത്തിന്റെ ഭോഗേച്ഛകളെ വലിച്ചു കീറാനുള്ള അഭിഷേകം ദൈവം നിന്നെ മേൽ തന്നിരിക്കുകയാണ്. എത്രവർക്ക് ശക്തിയോട് ദൈവത്തെ സ്തുതിപ്പാൻ. എന്താണ് അഭിഷേകത്തിന്റെ അധികാരം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ശ്രദ്ധിക്കണം. എന്താണ് അഭിഷേകത്തിന്റെ അധികാരം? പറഞ്ഞു തരാം. ഈ യൂണിവേഴ്സ് നിയന്ത്രിക്കുന്നത് 3 ഘടകങ്ങളാണ്. ഒന്ന് പവർ, പറഞ്ഞാട്ടെ. 2 അതോറിറ്റി, പറയാം. 3 സോവർണിറ്റി, പറഞ്ഞാട്ടെ. എന്തൊക്കെയാണ്? പവർ, അതോറിറ്റി. ഒന്നുകൂടെ പറഞ്ഞു. 1 ശക്തി, 2 അധികാരം, 3 പരമാധികാരം. മനസ്സിലാക്കി തരാം. ഒന്നുകൂടെ പറഞ്ഞാട്ടെ, മലയാളത്തിൽ പറ. ശക്തി, അധികാരം, പരമാധികാരം. ഇതിൽ ശക്തിയും അധികാരവും ദൈവം മനുഷ്യന് കൊടുത്തിട്ടുണ്ട്. ശക്തി, അധികാരം. പറഞ്ഞേ. ശക്തിയും അധികാരവും ദൈവം മനുഷ്യന് നൽകിയിട്ടുണ്ട്. എന്നാൽ ഞാൻ ഇതോട് ചോദിക്കുന്നത്, ശക്തിയാണോ വലുത്, അധികാരമാണോ വലുത്? സഹോദരിമാർ പറ. ശക്തി, അധികാരം, രണ്ടുപേരും പറഞ്ഞു. നിങ്ങൾക്കും പറയാം. പറ, എന്തെങ്കിലും ഒരു അഭിപ്രായം. സഹോദരന്മാരെല്ലാം അധികാരത്തെ വിശ്വസിക്കുന്നു. ശക്തിയാണോ അധികാരമാണോ വലുത്? നമ്മുടെ റോഡിലൂടെ 20 ടൺ ലോഡ് കയറ്റിയ ഒരു ലോറി വരുന്നു. ഒരു കപ്പട മീശക്കാരൻ തടിയൻ ആ ലോറി ഇങ്ങനെ ഓടിച്ചുകൊണ്ട് വരികയാണ്. അപ്പോൾ ആ ജംഗ്ഷനിൽ നിന്ന് ഒരു LN പോലീസുകാരൻ സ്റ്റോപ്പ് എന്ന് കാണിക്കുമ്പോൾ ഈ ലോറി അവിടെ ഞരങ്ങി നിൽക്കും. സ്വതന്ത്രം. ഈ പോലീസുകാരൻ ഇടിച്ചു തെറിപ്പിച്ച് ചമ്മന്തി പരുവാക്കി പോകാനുള്ള ശക്തി ട്രക്കിനുണ്ട്. സ്വതന്ത്രം. നല്ല അധികാരം പോലീസുകാരനാ. ശക്തി അധികാരത്തിന് കീഴടങ്ങും. മനസ്സിലായവർക്കാണ് ഞാൻ യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയാം, പിശാചിന് ശക്തിയുണ്ടെങ്കിൽ അവനെ അധികാരമുള്ളവനെയാണ് നാം സേവിക്കുന്നത്. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തു. സാത്താന് ശക്തിയുണ്ടെങ്കിൽ അവനെ അധികാരമുള്ളവനെയാണ് നാം സേവിക്കുന്നത്. യേശു പറഞ്ഞു, സ്വർഗ്ഗത്തിലും ഭൂമിയിലും സർവ്വ അധികാരവും എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു. നമ്മുടെ കർത്താവിന് അവന്റെ
മേൽ അധികാരമുണ്ട്. ഒരിക്കൽ കൂടെ കൈ ഉയർത്തി ദൈവത്തെ സ്തുതി ചെയ്യും. ശക്തിയാണോ വലുത്, അധികാരമാണോ വലുത്? അധികാരം. എന്നിട്ട് ശക്തിക്ക് വിലവർച്ച കാണരുത്. പവർ. ലോകത്തിലെ ഏറ്റവും വലിയ ആറ്റോമിക് പവർ, ആറ്റോമിക ശക്തി രാജ്യമാണ് ഏത്? അമേരിക്ക. അതോറിറ്റി, അധികാരം. അതിന് പ്രത്യേകത ഞാൻ പറയാം. ഇന്ത്യയിലെ 130 കോടി ജനത്തിന്മേൽ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. ഏതാണ്ട് 15 ലക്ഷം വരുന്ന കരനാവിക സേനാംഗങ്ങളുടെ മേൽ ഇന്ത്യൻ പ്രസിഡന്റിന് അധികാരമുണ്ട്. അദ്ദേഹം മാർച്ച് ഓൺ എന്ന് പറഞ്ഞാൽ ഒരു മാർച്ച് ചെയ്യൂലേ? ഞാനും മനുഷ്യനാണ്, ഇന്ത്യൻ പ്രസിഡന്റും മനുഷ്യനാണ്. ഞാനിവിടെ നിന്ന് മാർച്ച് ഓൺ പറഞ്ഞാൽ ആരും മാർച്ച് ചെയ്തില്ല. കാരണം എന്താ? അദ്ദേഹത്തിന് അധികാരമുണ്ട്. ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയുടെ മേൽ അധികാരമാക്കാണ് അമേരിക്കൻ പ്രസിഡന്റിന്. എല്ലാവരും എന്നെ ശ്രദ്ധിച്ചിരിക്കുന്നില്ലേ? അദ്ദേഹം ഇപ്പോൾ പറയാം 8 മണി ഇന്ന് 11:59 ഇറാനെ ആക്രമിക്കാൻ അദ്ദേഹം പറഞ്ഞ പസഫിക് സമുദ്രത്തിലും അറ്റ്ലാന്റിക് ഓഷനിലും ഒക്കെ കിടക്കുന്ന അവിടെ വിമാനവാതിലിൽ നിന്ന് ഫൈറ്റർ വിമാനങ്ങൾ പറന്നു പോകും. 11:59 ആക്രമിച്ച് റിപ്പോർട്ട് കൊടുക്കും. ഇവൻ തന്നെ പോണോ? 4,000 പോരായോ? ഇപ്പൊ എന്താ പ്രസിഡന്റ് അങ്ങനെ തോന്നാൻ കാരണം? അങ്ങനെ ചോദിക്കൂ. അവർക്ക് അങ്ങനെ അധികാരമില്ല. പ്രസിഡന്റ് ഓർഡർ ഇട്ടാൽ പോവുക, അറ്റാക്ക് ചെയ്യുക. അറ്റാക്ക് എന്ന് പറഞ്ഞ് കാണിച്ചു കൊടുത്താൽ മതി, അറ്റാക്ക് നടന്നിരിക്കും. കാരണം എന്താ? പറയുന്നേ അധികാരം ഒന്നും ഉണ്ടായിരിക്കുക. പറ, ആർക്കെന്താ അധികാരം? പ്രസിഡന്റ്. ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, അമേരിക്കയുടെ മുൻ പ്രസിഡന്റാണ് ബിൽ ക്ലിന്റൺ. ജോർജ് ബുഷ് അറ്റാക്ക് പറഞ്ഞ ആരെങ്കിലും അറ്റാക്ക് ചെയ്യും? എന്താ കാര്യം? അതാ പണ്ട് അധികാരം ഉണ്ടായിരുന്നു, ഇതൊന്നുമില്ല. ഇതാണ് അഭിഷേകത്തിന്റെ അധികാരമുള്ളവരും ഇല്ലാത്തവരുടെ വ്യത്യാസം. ഈ അഭിഷേകത്തിന്റെ അധികാരം ഉണ്ടായിരുന്ന നമ്മുടെ അപ്പച്ചന്മാർ അല്ലെങ്കിൽ ദൈവമക്കൾ ഇന്നും ദൈവകൃപയുള്ളവൻ, യേശുവിന്റെ നാമത്തിൽ പിശാച് എന്ന് പറയുമ്പോൾ സാത്താൻ അലറി ഓടും. പക്ഷെ അഭിഷേകമില്ലാത്ത MDH-കാരനും MD-കാരനും ഒക്കെ ഐ കാസ്റ്റ് ഔട്ട് ഡീമൺ എന്നൊക്കെ പറഞ്ഞ് ചെല്ലുമ്പം അവൻ പറയും ആദ്യം ഇയാൾ പോകും, പിന്നെ ഞാൻ പോവാറുണ്ട്. അത് കാര്യം എന്താ എന്ന് പറയുന്നേ? എന്താ കാര്യം? വീടിയുണ്ട്, വീടിക്ക് തീയില്ലെന്ന് പറഞ്ഞു. സ്വതന്ത്രം. അഭിഷേകത്തിനൊരു അധികാരമുണ്ട്. നീ ഇത് മനസ്സിലാക്കണം. വെറുതെ തുള്ളിയോണ്ട് കാര്യമില്ല. കരമടിച്ച് ദൈവത്തെ ബഹുത്വപ്പെടുത്തിയാണ്. കാര്യമില്ല. നിന്റെ അഭിഷേകത്തിന് അധികാരമുണ്ട്. എന്നാൽ 130 കോടി വരുന്ന ഇന്ത്യൻ ജനതയുള്ള അധികാരമുള്ള ഇന്ത്യൻ പ്രസിഡന്റിന് മേലും ലോകത്തിലെ ഏറ്റവും വലിയ സൈനിക ശക്തിയായ അമേരിക്കയുടെ മേൽ അധികാരമുള്ള അമേരിക്കൻ പ്രസിഡന്റിന്മേലും പരമാധികാരമുള്ള ഒരുവനുണ്ട്. അത് കേട്ടിട്ട് സ്വതന്ത്രം പറയാൻ തോന്നുന്നില്ല. പരമാധികാരമുള്ള ഒരുവനുണ്ട്. ആരാണെന്ന് പറഞ്ഞേ? ആരാണെന്ന് പറഞ്ഞേ? എന്റെ യേശു എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ? എന്റെ കർത്താവ് എന്ന് പറയാൻ തന്റെ ഇടമുണ്ടോ? കരമടിച്ച് ദൈവത്തെ സൂക്ഷിച്ചുകൊണ്ട് പറയാം എന്റെ യേശു എന്ന് പറ. യേശു, ജീസസ് ക്രൈസ്റ്റ്. എല്ലാവരും അവനെ കുറ്റപ്പെടുത്ത്. അവനാണ് പരമാധികാരി. അത് നിങ്ങളുടെ എല്ലാം ഉള്ളിൽ കയറണം. പരമാധികാരി ആരാ? മനസ്സിലാക്കി തരാം. കേരളത്തിൽ 20 കോടിയുടെ ഒരു വീട് വെച്ചു. ഇപ്പൊ അത് വലിയ കാര്യമൊന്നുമല്ല. പണ്ട് അത് വലിയ വാർത്തയായിരുന്നു. 20 കോടിയുടെ ഒരു വീട് കേരളത്തിൽ. മനോരമയിൽ ആ ഫോട്ടോ വന്നു. 20 കോടി. എന്നിട്ട് നോക്കിയേ, അതിൻ്റെ അടിയിൽ ഞാൻ എഴുതി, എനിക്ക് 20 കോടിയുടെ വീട് പണിയാം, പക്ഷേ അതിൽ ഒരു രാത്രി ഉറങ്ങണോ എന്ന് ദൈവം തീരുമാനിക്കും. മനസ്സിലായില്ലേ? അതാണ് പരമാധികാരം. ഇവിടെ കുഞ്ഞുങ്ങളൊക്കെ വന്നതിൽ ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. എൻ്റെ ഹൃദയത്തോട് ചേർന്നൊരു സഭയായത്. ഞാൻ നാളെ പറയാം. സ്വതന്ത്രം എന്നുള്ള 27 വർഷം കൊണ്ട് ലോകം മുഴുവൻ പോയി ഒത്തിരി ചെറുതൽ കണ്ടിട്ടുണ്ട്. വീഡിയോ കാണുന്നവരെല്ലാം പറയുന്നത് എനിക്കിഷ്ടപ്പെട്ട ഒത്തിരി സഭകളുണ്ട്. എന്നാൽ വളരെ ഹൃദയത്തോട് അടുത്തു. കാരണം ഈ പിള്ളേരെയൊക്കെ നിങ്ങൾ വിളിച്ചുകൊണ്ട് വന്ന് ഇങ്ങനെ ഇവിടെ ഇരുത്തിയേക്കുന്നുണ്ടാ.
സ്വതന്ത്രം. പക്ഷെ പല പിള്ളേരും ഇന്ന് ഇങ്ങനൊന്നും വരില്ല. ഇതുപോലെ ഇവര് നിങ്ങളുടെ അത്ര നമ്മളും കാണുന്നില്ല. ഇങ്ങനെ പോകാൻ കാണുമ്പോൾ 101%. അപ്പൊ ഞാൻ ഈ പിള്ളേരോട് പറഞ്ഞിട്ടുണ്ട്, നമ്മുടെ നാട്ടിൽ പോലും ഇന്ന് ഞായറാഴ്ച പോലും പിള്ളേർ സഹായത്തിനില്ല. കാരണം അപ്പനും അമ്മയ്ക്കും ഇതൊന്നുമല്ല കാര്യം. പിന്നെ എങ്ങനെയും ഡോക്ടറായി കാണും, എങ്ങനെയും ഒന്ന് എഞ്ചിനീയർ ആകണം. സ്വതന്ത്രം. അവസാനം ഒറ്റാലി കിടന്നുമില്ല, കിടക്കുമെന്ന് വന്നുമില്ല. ഞാൻ ചിലപ്പോഴൊക്കെ ചോടാ, നിന്റെ അപ്പൻ എന്തോ ഡോക്ടറായിരുന്നടാ, ഇതിന് പട്ടിണിയായിരുന്നു എന്ന് വെച്ചാൽ മോൻ ഡോക്ടർ ആകണ്ടെന്നല്ല. വിത്തൗട്ട് ക്രൈസ്റ്റ് യു ആർ എ സീറോ. വിത്ത് ക്രൈസ്റ്റ് യു ആർ എ ഹീറോ. കുഞ്ഞിനോട് പറയണം, മോനെ യേശു ഇല്ലാതെ നീ സീറോയാണ്. സൺഡേ സ്കൂളിന് വരാതെയും ആരാധനയ്ക്ക് വരാതെയും പ്രാർത്ഥനയ്ക്ക് വരാതെയും നീ എന്തോ സമ്പാദിച്ചു കൂട്ടിയാലും സീറോയാണെന്ന് ഓർക്കണം. എന്തോ പഠിച്ചു കൂട്ടിയാലും സീറോയാണെന്ന് ഓർക്കണം. ദൈവത്തെ മാറ്റി നിർത്തിയുള്ള സകല നേട്ടങ്ങളും സീറോയാ. ശക്തിയോടെ ദൈവത്തെ മഹത്വപ്പെടുത്തട്ടെ. പരമാധികാരി ആരാന്നാ പറഞ്ഞേ? പറയണേ. ദൈവം, യേശു. അതിന്റെ അർത്ഥം എന്താണ്? കുഞ്ഞേ, നിനക്ക് എഞ്ചിനീയറിംഗ് ഡിഗ്രിക്ക് ചേരാം, പക്ഷേ സർട്ടിഫിക്കറ്റ് കൈ വാങ്ങണമെന്ന് തമ്പുരാൻ തീരുമാനിക്കും. നിനക്ക് മെഡിസിന് ചേരാം, സർട്ടിഫിക്കറ്റ് വാങ്ങണം തമ്പുരാൻ, ഗ്രാജുവേറ്റ് ചെയ്യണം തമ്പുരാൻ തീരുമാനിക്കും. മാസം 5 ലക്ഷം രൂപയുടെ ശമ്പളമുള്ള ജോലിക്ക് നിനക്ക് കയറാം. ആദ്യത്തെ ശമ്പളം കയ്യൊപ്പിട്ട് വാങ്ങണോ എന്ന് തമ്പുരാൻ തീരുമാനിക്കും. പരമാധികാരി ദൈവമാണെന്ന് ഓർത്തോണേ. പരമാധികാരി ദൈവമാണെന്ന് ഓർത്തോണേ. ദൈവത്തോട് കളിക്കല്ലേ. അവനാണ് പരമാധികാരി. പരമാധികാരിയാണ്. വർഷങ്ങൾക്ക് മുമ്പ് ദുബൈ ഹോളി ട്രിനിറ്റി ചർച്ചിൽ വലിയൊരു കൺവെൻഷൻ ഞാൻ പ്രസംഗിക്കുകയാണ്. ആയിരക്കണക്കിന് ആളുകളുടെ യോഗത്തിൽ. അതിനിടയ്ക്ക് അവിടെ ഒരു ഓഫറിങ് എടുക്കണമെന്ന് ആ സംഘാടകർ പറഞ്ഞു. എനിക്കിഷ്ടമല്ല ഈ പ്രസംഗത്തിനിടയിൽ അലസ്വരപ്പെടുത്തുന്നത്. സ്വത്രാഴ്ച എടുക്കുന്നത് ചുമ്മാ കയറിയെന്ന് രണ്ടല വല്ലതും കിട്ടുമെങ്കിൽ വേണ്ടില്ല. കൊണ്ട് ഭാരിച്ച് എന്നോടായിട്ട് പറഞ്ഞു യോമൊക്കെ. പിന്നെ പറയാൻ സമയമുണ്ട്. ആ നേരത്തെ പാട്ട് നിർത്താൻ പറഞ്ഞു. കുറച്ച് പറയണം ഇതിനകത്ത്. ചുമ്മാ നീ കർത്താവിന്റെ കാര്യത്തിന് തെണ്ടാൻ നടക്കണ്ട. ദൈവം നിന്നെ നിയോഗിച്ചെങ്കിൽ എല്ലാം നടത്താനുള്ള എല്ലാം കഴിയുമേ. അതുകൊണ്ട് അപ്പൊ എനിക്കിഷ്ടമല്ല ഇടയ്ക്ക് എവിടെയായാലും ഞാൻ പറയും, അഥവാ അത്യാവശ്യം സ്വത്രാഴ്ച എടുക്കണമെങ്കിൽ ഞാൻ പറയും പ്രസ്താവന നടത്താൻ പാടില്ല. സ്വത്രാഴ്ച എടുത്തിട്ട് പ്രാർത്ഥിക്കുന്ന ഒരു വാക്ക് പ്രാർത്ഥിച്ചിരുന്നോളാം പറയും. ഇത് എല്ലാവർക്കും അറിയാവുന്ന ഇത്. അപ്പം അവിടെ ഒരു സ്തോത്രാഴ്ച എടുക്കണമെന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചപ്പോൾ എന്നാ ഓഫറിങ് എടുക്കുന്നത്? അവർ പറഞ്ഞു പാസ്റ്റർ അത്യാവശ്യമുണ്ട്. എന്താ കാര്യം? 26 വയസ്സ് പ്രായമുള്ള ഒരു ചെറുപ്പക്കാരൻ നാട്ടിൽ നിന്ന് ദുബൈയിലെത്തി. വിസിറ്റിംഗ് വിസയിൽ 3 മാസം ജോലിക്കായി അലഞ്ഞു. അവസാനം ജോലി കിട്ടി. അവനൊരു പെർമനന്റ് വിസയിലേക്ക് മാറാൻ പോകുകയാണ്. 28 ദിവസം ജോലി ചെയ്തു. എല്ലാവരും ശ്രദ്ധിച്ചോണേ. 28ാമത്തെ ദിവസം ജോലി സ്ഥലത്ത് വെച്ച് കുഴഞ്ഞ് താഴെ വീണു. ഹോസ്പിറ്റലിൽ കൊണ്ടുപോകുമ്പോൾ ആ ചെറുപ്പക്കാരൻ ലോകത്തോട് യാത്ര പറഞ്ഞു. കൊട്ടാരക്കരക്കാരനായ യാക്കോവക്കാരനായ ആ സഹോദരന്റെ ഡെഡ് ബോഡി നാട്ടിൽ കൊണ്ടുപോകാൻ പെന്തക്കോസ്ത് യോഗത്തിൽ ഓഫറിങ് എടുക്കുകയാണ്. ഇതാകുന്നു സർവത്തിന്റെ അവസാനമെങ്കിൽ ബലമുള്ളവൻ ബലത്തിൽ പ്രശംസിക്കുന്നതിന്, പണത്തിൽ പ്രശംസിക്കുന്നതിന്, സൗന്ദര്യത്തിൽ പ്രശംസിക്കുന്നതിന്, പ്രശംസിക്കുന്നവർ കർത്താവിനെ പ്രശംസിക്കും. സഹോദര, ഒരു ദിവസം നീ ബലത്തോടിരിക്കുന്നെങ്കിൽ തമ്പുരാന്റെ കരുണയാണ്. അവർക്ക് ശക്തിയുടെ സ്തോത്രം പറയാൻ ജീവനും കരുണയും നീ എനിക്ക് നൽകി. നിന്റെ യുവനുസ്ഥാൻ പറഞ്ഞ ഹോവേ, നിന്റെ കടാക്ഷം എൻ്റെ ശ്വാസത്തെ പരിപാലിക്കുന്നു. ആ വാക്യം കണ്ടിട്ട് എന്ത് തോന്നും? കിടപ്പെടുക്കണ്ട. ജീവനും കൃപയും എനിക്ക് നൽകി. നിന്റെ കടാക്ഷം ഒന്ന് പറയുന്നത് എൻ്റെ ശ്വാസത്തെ വിളിക്കുന്ന സകലമെടുക്കന്മാരുടെയും
ഈ ക്യാമറയുള്ള സകല മിടുക്കന്മാരുടെ ഈ ശ്വാസം അറിയില്ല പറയുന്നേ. ഈ പുറത്തേക്ക് ശ്വാസം വിടുമ്പോഴേ തമ്പുരാൻ ഇങ്ങനെ തള്ളിക്കയറ്റുക. നിന്റെ കുഞ്ഞിന്റെ ശ്വാസം നീ അറിയാതെ തമ്പുരാൻ തള്ളിക്കയറ്റുക. ഒരു തവണ യേശുവിന്റെ കരം, ദൈവത്തിന്റെ കരം നിന്റെ ശ്വാസകത്തേക്ക് തള്ളിക്കയറ്റിയില്ലെങ്കിൽ നീ പിടഞ്ഞു വീഴുമെന്ന് ഓർത്തോണം. 100 ഡോക്ടർമാരുണ്ടെങ്കിൽ അവർക്കെന്നെ സഹായിക്കാൻ കഴിയില്ല. ജീവനും കൃപയും ദൈവത്തിന്റെ ദാനമാണ്. വേദപുസ്തകം പറഞ്ഞു, മൂക്കിൽ ശ്വാസമുള്ള മനുഷ്യനെ വിട്ടൊഴിയും അവനെ ഗണ്യമാക്കണമെന്ന. മനുഷ്യനെ ഒന്നും ഭയപ്പെട്ട് ദൈവകൽപ്പന അനുസരിക്കാൻ നീ മടിക്കരുത്. കർത്താവിന്റെ വരവിൽ നീ എടുത്തുകൊള്ളപ്പെടണമെങ്കിൽ രക്ഷിക്കപ്പെടണം. രക്ഷിക്കപ്പെട്ടവൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മ നാമത്തിൽ നിമജ്ജന സ്നാനം സ്വീകരിക്കണം. വേർപാടിന് വിശുദ്ധി ദൈവത്തെ സേവിക്കണം. അങ്ങനെയുള്ളവരെ സ്വീകരിക്കാൻ യേശു വരാൻ പോവാ. നീ കൈവിടപ്പെട്ടു പോകും, സ്നേഹിതാ, നീ കൈവിടപ്പെട്ടു പോകും. അല്ല എങ്കിൽ നരകം നിനക്കെതിരെ വാവളം നിൽക്കുന്നു. ഇതൊന്നും യാദൃശ്യമല്ലെന്ന് ഓർത്തോണം. ഈ മോനെ ചുമ്മാസൂടെ വന്ന യാദൃശ്യമല്ല. നിങ്ങളുടെ ഹോളിൽ വന്നത് യാദൃശ്യമല്ല. നിങ്ങൾ വന്നല്ല, ദൈവം നിങ്ങളെ കൊണ്ടുവന്നതാ. പരമാധികാരി നമ്മുടെ ദൈവമാണ്. അഭിഷേകത്തിന് അധികാരമുണ്ട്. നീ അത് പ്രയോഗിക്കാൻ തയ്യാറാകണം. വെറുതെ അന്യഭാഷ പറഞ്ഞ പോരാ. നിങ്ങളെ വ്യാപരിക്കുന്ന അഭിഷേകം അത് പ്രാവർത്തികമാക്കണം. ശക്തിയോടെ കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചേ. ഉപ്പിന്റെ പ്രത്യേകതയാണ് നമ്മൾ പഠിക്കുന്നത്. ലേറ്റായി വന്നവർക്ക് വേണ്ടി മത്തായി സുവിശേഷം 5-ാം അധ്യായം 13-ാം വാക്യമാണ് നമ്മൾ വായിച്ചത്. ഉപ്പ് കാരമില്ലാതെ പോയാൽ അപ്പോൾ ഉപ്പിനെ വിശേഷത വരുത്തുന്നത് ഉപ്പിന്റെ കാരമാണ്. ദൈവമക്കൾ എപ്പോഴും ഓർത്തോണം, നമ്മുടെ കുഞ്ഞുങ്ങൾ ഓർത്തോണം. നമുക്ക് വിശേഷത വരുന്നത് ദൈവം നമ്മുടെ മേൽ പകർന്ന അഭിഷേകമാണ്. അഭിഷേകമില്ല നീ ബന്ധുക്കൂസനല്ല. അഭിഷേകം പോയാൽ പോയി. സ്തോത്രം, സ്തോത്രം. എന്തൊക്കെയാണ് ഉപ്പിന്റെ പ്രത്യേകതകൾ? നമുക്ക് വളരെ സമയം കുറവാണല്ലോ. വേഗത്തിൽ ഉപ്പിന്റെ പ്രത്യേകത എന്തൊക്കെയാണ് വായിക്കാം. കൊളോസ്യ ലേഖനം 4-ാം അധ്യായം 6-ാം വാക്യം. കൊളോസ്യൻ ചാപ്റ്റർ 4:6. കൊളോസ്യർ 4:6. ഓരോരുത്തരോട് നിങ്ങൾ എങ്ങനെ ഉത്തരം പറയണമെന്ന് അറിയേണ്ടതിന് നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കും. നിങ്ങളുടെ വാക്ക് എപ്പോഴും കൃപയോട് കൂടിയതും ഉപ്പിനാൽ രുചി വരുത്തുന്നതുമായിരിക്കട്ടെ. അപ്പൊ ഉപ്പ് എന്നുള്ളതാണ് രുചിപ്പിക്കുന്നതാണ്, രുചിപ്പിക്കുന്നത്. വായിച്ചേ യോബിന്റെ പുസ്തകം 6:6. യോബിന്റെ പുസ്തകം വേഗത്തിൽ വാക്യങ്ങൾ വായിച്ചാട്ട്. ജോബ് ചാപ്റ്റർ 6:6. യോബ് 6:6. രുചിയില്ലാത്തത് ഉപ്പ് കൂടാതെ തിന്നാമോ? അപ്പൊ ഉപ്പ് ഉണ്ടെങ്കിൽ രുചിയില്ലാത്തതും രുചിയാകും. അപ്പൊ ഉപ്പ് രുചിപ്പിക്കുന്നതാണ്. ഈ രാത്രി ഹോളിൽ വന്ന ദൈവവൈദ്യലേ, കർത്താവ് പറഞ്ഞു നിങ്ങൾ ലോകത്തിന്റെ ഉപ്പാണ്. നീ മനുഷ്യനെ രുചിപ്പിക്കുന്നവനാകണം. നിന്റെ സാന്നിധ്യം ജനം ആഗ്രഹിക്കണം. സ്തോത്രം, സ്തോത്രം. ചില ആളുകൾ അത്യാസനം നെല്ലോ അല്ലാതെ കിടക്കുമ്പോൾ ഇന്നാരൊന്ന് വന്നെങ്കിൽ എന്ന് പറയാറുണ്ട്. സ്തോത്രം. ചിലരെ കാണുമ്പോൾ എൻ്റെ ദൈവമേ അവൻ വരുന്നുണ്ടെന്ന് പറയും. ചാന്തൻ ചെന്നാ കീറിയ ഞങ്ങളോട് ഡോക്ടർ ഉണ്ടായിരുന്നു. ആ പുള്ളി ഒരു ചെറിയ പനിയും കൂടെ നമ്മളെ പേടിപ്പിച്ചില്ലേ? മനസ്സിലാകുന്നത് നീ രുചിപ്പിക്കുന്നവനായിരിക്കും. എളുപ്പം വായിച്ചു. യശയ്യാ 35:3 വാക്യം ഒരാളും, യശയ്യാ 50:4 വാക്യം മറ്റൊരാളും. വേഗത്തിൽ വായിക്കേ. 35-3 വാക്യം. വേഗത്തിൽ 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 വായിച്ചു. തളർന്ന കൈകളെ ബലപ്പെടുത്തുവീൻ, കുഴഞ്ഞ മുഴങ്കാലുകളെ ഉറപ്പിക്കുവീൻ. മനോഭീതിയുള്ളവനെ കേട്ടോ, തളർന്നിരിക്കുന്നവനെ വീണ്ടും അടിച്ച് തകർക്കല്ല. മനോഭീതിയുള്ളവനെ വീണ്ടും പീഡിപ്പിക്കുകയല്ല, ധൈര്യപ്പെടുത്തണം. അതാണ് നിന്റെ ദൗത്യം. ശക്തിയുടെ സ്തോത്രം പറഞ്ഞേ. ദൈവത്തിന്റെ സഭ അവനെന്നെ വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. സ്തോത്രം. വീഞ്ഞു വീടാ അല്ലേ? എന്റെ മേലെ ഒരു കൊടി പിടിച്ചു. ആ കൊടി സ്നേഹമായിരുന്നു. ദൈവത്തിന്റെ സഭ വീഞ്ഞു വീടായി മാറണം. ദൈവത്തിന്റെ സഭയിൽ സ്നേഹത്തിന്റെ കൊടി ഉണ്ടാകണം. കള്ളന്മാരുടെ അകപ്പെട്ട് മുറിവേറ്റവനെ നല്ല ശബരിക്കാരൻ രക്ഷ ചെയ്തിട്ട് എവിടാ കൊണ്ടാക്കിയത്? വഴിയമ്പലത്തിൽ. അതാണ് ദൈവസഭ. മുറിവേറ്റവനെ വീണ്ടും ഇവിടെ മുറിവേൽപ്പിക്കുകയല്ല, ഇവിടെ ആശ്വാസം പകരണം.
അവർക്ക് കരം അടിച്ച ശക്തിയുടെ സ്തോത്രം. അതല്ലാത്തൊന്നും സഭയല്ല. സ്വതന്ത്രം ദൈവത്തിന്റെ സഭ. പിന്നെ ഞാൻ പറയാം എന്താന്ന്. വീഞ്ഞു വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവന്നു. ആശ്വാസപ്രദം. ഉപ്പ് രുചിപ്പിക്കുന്നതാണ്, ആശ്വസിപ്പിക്കുന്നതാണ്. പിന്നെ ഉപ്പിന് പ്രത്യേകത മറ്റൊന്നുണ്ട്. ഉപ്പ് മുറിവിൽ പകർന്നാൽ പറയുന്നതെന്ന് നല്ല സുഖമല്ലേ, നീറ്റലാക്കുന്ന. അപ്പൊ എപ്പോഴും അങ്ങനെ രുചിപ്പിക്കാൻ കഴിയത്തില്ല. ചിലപ്പോൾ നീറ്റിലും ഉണ്ടാകും. പക്ഷെ നീറിയാൽ ആ രോഗം പെട്ടെന്ന് മാറും. മുറിവ് സുഖപ്പെടുത്തുന്ന ക്രിസ്ത്യാനി ലോകത്തിന് ഉപ്പായിരിക്കണം. നിന്റെ വാക്കുകൾ ജനത്തിന് സ്വാന്തനിപ്പിക്കണം. നിന്റെ വാക്കുകൾ ജനത്തിന് ധൈര്യം പകരണം. നിന്റെ വാക്കുകൾ ജനത്തിന് പ്രത്യാശ പകരണം. നീ മുറിവ് വരുത്തുന്നവനാകരുത്, മുറിവ് കിട്ടുന്നവനാകണം. മുറിവ് വലുതാക്കുന്നവനാകരുത്, കരിപ്പിക്കുന്നവനാകണം. കൂട്ടിപ്പിടിപ്പിക്കുന്നവനാകരുത്, പ്രശ്ന പരിഹാരിയാകണം. അതുകൊണ്ട് ശക്തിയുടെ സ്തോത്രം പറയാൻ കഴിയും. പിന്നെ മറ്റൊരു പ്രത്യേകത ശ്രദ്ധിക്കും. ഇന്നലെ ഞാൻ പറഞ്ഞ പോലെ ഇന്ന് യോഗം കഴിഞ്ഞ് പോകുമ്പോൾ ഇവിടെ ആർക്കും ചോറൊന്നുമില്ല, ബിരിയാണിയില്ല. ഉണ്ടായിരുന്ന നല്ലതായിരുന്നു, പക്ഷെ ഇല്ല. ഇനി ഉണ്ടെന്നിരിക്കട്ടെ. ഉഗ്രൻ സദ്യ ഇവിടെ പാസും സഭയും തന്നു. പോകുന്ന പോക്കിൽ ഇവിടുത്തെ വന്ന ആരെങ്കിലും ഉപ്പിനെ കുറിച്ച് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം സത്യ പരാജയപ്പെട്ടു. ഹലോ, പോകുന്ന പോക്കി പറയാവോ നല്ല കറിയാക്കായിരുന്നു, പക്ഷെ ഉപ്പ് കഴിച്ചിട്ട് അടക്കാൻ വയ്യായിരുന്നു. അങ്ങനെ പറഞ്ഞാൽ പോയില്ലേ? ഇനിയും പറയൂ ഉഗ്ര സാധനമൊക്കെ ആയിരുന്നു, പക്ഷെ ഉപ്പേ ഇല്ലായിരുന്നു. അപ്പൊ ഉപ്പ് കൂടിപ്പോയെന്ന് പറഞ്ഞാലും പറയുന്നേ കുഴപ്പമാ. ഉപ്പില്ലെന്ന് പറഞ്ഞാലും ഉപ്പിന്റെ പ്രത്യേകത സഹോദരിമാർക്ക് അറിയാം. ഒരു പരുവത്തിന് വേണം എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ ആളുകൾ, മലയാളികൾ പഴത്തിനുപ്പില്ലെന്ന് പറഞ്ഞിട്ട് പോകുന്ന പാട്ട് മുന്നോത്തിൽ പറയുന്നത് പഴത്തിനുപ്പില്ലായിരുന്നു. എന്തായാലും കുറ്റം കണ്ടു. ഈ ഞാൻ ചിലപ്പോഴും പറയും നമുക്ക് പ്രസംഗിക്കാൻ അറിയില്ലെങ്കിലും പ്രസംഗത്തിന്റെ തെറ്റ് കണ്ടുപിടിക്കാൻ അറിയാം. ഇത്ര പോയിന്റ് കുറച്ചാണ്. ഈ പുള്ളിയെ കണ്ട് കയറ്റി നിർത്തണം. ഞാൻ ഈ പാസ്മാർക്ക് ക്ലാസ് എടുക്കുമ്പോൾ എന്താ നമ്മൾ ക്രീസിൽ നിൽക്കുന്ന പൊണ്ണെ ആ ഓഡിറ്റോറിയത്തിൽ ഇരുന്നുകൊണ്ട് 6ഉം 4ഉം അടിക്കാൻ കഴിയും. നീ ക്രീസിൽ ഇറങ്ങി നിൽക്കണം, അങ്ങനെ അറിയാൻ ബോറടിക്കും. ക്രീസിൽ ഇരുന്ന് ചുമ്മാ അടിക്കരുത്. ഡിയൽമൂടിയുടെ ഒരിക്കൽ പറഞ്ഞു, ഡിയൽമൂടിയുടെ പ്രസംഗത്തിന് ഗ്രാമർ ഇല്ലെന്ന്. ചിലർ ഗ്രാമർ കണ്ടുപിടിക്കാൻ നടക്കുന്നത്. ഡിയൽമൂടി പറയാൻ എൻ്റെ പ്രസംഗത്തിന് ഗ്രാമർ ഇല്ല, പക്ഷെ ഗ്രാമറില്ലാത്ത പ്രസംഗത്താൽ ആയിരങ്ങൾ പിടിപ്പിക്കപ്പെട്ടു. നിനക്ക് ഗ്രാമർ ഉണ്ടായിട്ട് ഒരുത്തനെ നേടാൻ കഴിയും. സ്തോത്രം, സ്തോത്രം, സ്തോത്രം പറയാൻ കഴിയും. കാരണം വെച്ചാൽ പറഞ്ഞില്ല, പണ്ടൊരാൾ പ്രസംഗിച്ചിട്ട് ഇറങ്ങിയിട്ട് ഒരാൾ ചോത്തോന്ന് ഇവിടെ പ്രസംഗം കഴിഞ്ഞ് ഇറങ്ങിട്ട് ഒത്തോന്ന്. അങ്ങനത്തെ ഉദ്ദേശിക്കാരും ഉണ്ട് കേട്ടോ, ഒത്തോന്ന്. അവിടെ അച്ഛൻപട അപ്പന്റെ മരണവാർത്ത പറഞ്ഞിട്ട് ആരും ചോദിക്കും ഒത്തോന്ന്. ക്രൂശിക്കപ്പെട്ടവനെ ഉയർത്തുമ്പോൾ അത് മരണവാർത്തയാ. നിനക്ക് വേണ്ടി അവസാനത്തുള്ളിൽ രക്തം വരൂറ്റി യേശുവിനെ ഉയർത്തുന്ന സുവിശേഷം. അത് മാർക്കിടാൻ വേണ്ടിയുള്ളതല്ല കേട്ടോ. തുടർക്ക ശക്തിയോടെ കൈയടിച്ചു കഴിയും. അപ്പേ ഉപ്പ് ആയിരങ്ങൾക്ക് ഭംഗ്യഭോജനം നൽകിയെങ്കിലും ഉപ്പിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഞാൻ ശ്രദ്ധിച്ചിരുന്നാലേ മനസ്സിലാവും. എന്ന് പറഞ്ഞാൽ അർത്ഥം ഉപ്പെങ്ങും ക്രെഡിറ്റ് എടുക്കുന്നില്ല. ക്രെഡിറ്റ് മുഴുവൻ വിരുന്ന് വാഴിക്ക്. മനസ്സിലാകുന്നില്ലേ? സകലത്തെയും രുചിപ്പിച്ചത് ഉപ്പാണെങ്കിൽ ഉപ്പ് പറയുന്നില്ല ഞാനാ രുചിപ്പിച്ചതെന്ന്. ഉപ്പിനെ കുറിച്ച് ആരും ഒന്നും പറയുന്നില്ല, ഉപ്പിനെ കുറിച്ച് ആരും മിണ്ടുന്നില്ല. ഈ ഹോളിൽ വന്ന ദൈവവചനെ ആരും നിന്നെ പുകഴ്ത്തണ്ട, ആരും നിന്നെ മഹത്വപ്പെടുത്തണ്ട, ആരും നിന്നെ ഉയർത്തണ്ട, ആരും നിന്നെ അപ്രീഷിയേറ്റ് ചെയ്യണ്ട. മഹത്വം മുഴുവൻ വിരുന്നുവാഴിക്ക് പോകട്ടെ, മഹത്വം മുഴുവൻ യേശുവിന് പോകട്ടെ, മഹത്വം മുഴുവൻ വീണ്ടെടുപ്പുകാരനാകട്ടെ.
മനസ്സിലായ ശക്തിയോടെ ദൈവത്തെ സ്തുതിക്കണം. മഹത്വം മോഷിക്കരുത്, മഹത്വം മോഷിക്കരുത്. നീ മഹത്വം എടുക്കരുത്. മഹത്വം ദൈവത്തിനായിരിക്കണം, മഹത്വം യേശുവിനായിരിക്കണം, മഹത്വം ക്രൂശിക്കപ്പെട്ടവനായിരിക്കണം. നമ്മുടെ സകല യോഗത്തിലും മഹത്വം നമ്മുടെ കർത്താവിനായിരിക്കണം. നിങ്ങളുടെ സഭായോഗത്തിൽ മഹത്വം യേശുവിനായിരിക്കണം. നിങ്ങളുടെ കൺവെൻഷനിൽ മഹത്വം യേശുവിനായിരിക്കണം. സ്തോത്രം. ഞാൻ ഒന്നുകൂടെ പറഞ്ഞേക്കാം, ഇങ്ങനെ പ്രസംഗിക്കുന്നത് ഞാൻ നമ്മളെ കുറെ ആളാകാൻ വേണ്ടി ആകരുത് കൺവെൻഷൻ. നമുക്ക് കുറച്ച് പേർക്ക് ഷൈൻ ചെയ്യാൻ വേണ്ടി ആകരുത് യോഗം. മഹത്വം മുഴുവൻ ദൈവത്തിന് പോകണം. ആരെങ്കിലും മഹത്വം എടുക്കാൻ നോക്കിയാൽ അവിടെ ദൈവപ്രവൃത്തി വെളിപ്പെടില്ല. സ്തോത്രം. ഉപ്പിന്റെ കുറിച്ച് പറയുമ്പോൾ വലിയ നമുക്കൊക്കെ പ്രയാസം. നമ്മളെ ആരും നോക്കുന്നില്ല, നമ്മളെ ആരും മൈൻഡ് ചെയ്യുന്നില്ല, നമ്മളെ ആരും പ്രോത്സാഹിപ്പിക്കുന്നില്ല, നമ്മളെ കുറിച്ച് ആരും ഒരു നല്ല വാക്ക് പറയുന്നില്ല. ഇതിനെ കുറിച്ച് ആരും ഒരു നല്ല വാക്ക് പറയണ്ട. സ്തോത്രം, സ്തോത്രം. പക്ഷെ നല്ല വാക്ക് പറയുന്നൊരു ദിവസം ഇരുന്ന് വാങ്ങി പറയും. അതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞിട്ടുണ്ട്, പുസ്തകത്തിൽ രണ്ട് ബലഹീനതയുണ്ട്. ഒന്ന് ചൂടുവെള്ള ഉച്ചഭാഷണമാണ്. തിളച്ച വെള്ളം മനോഹരമായ ഗ്ലാസ്സിൽ ഇവിടെ വന്നിരിക്കുന്നു. നോക്കൂ, ഇത്ര മനോഹരമായ ഗ്ലാസ്. ഏത് വീട്ടിലാണ് വന്നതെന്ന് എനിക്കറിയില്ല. പറയാമായിരുന്നു ഇവിടെ നിന്നായാലും തിളച്ച വെള്ളം വന്നു. പക്ഷെ ഈ തിളച്ച വെള്ളം ഇവിടെ വന്നപ്പോൾ ഇവിടുത്തെ എവിടുന്നാ വന്നത്? ഇവൾ സഹോദരി നമ്മുടെ സഹോദരൻ്റെ വീട്ടിൽ നിന്നാണ്, പ്രിൻസിപ്പലിൻ്റെ വീട്ടിൽ നിന്നാണ് വന്നത്. എൻ്റെ പാസ്റ്റർ ഈ മനോഹരമായ പാത്രത്തിൽ ഈ വെള്ളം ഇവിടെ വന്നപ്പോൾ അവിടെ വീട്ടിൽ ഒരു പാത്രം തീക്കായി ഏൽപ്പിക്കപ്പെട്ടു. അടിയിൽ തീ കത്തുന്നു, അകത്ത് വെള്ളം തിളച്ചു മറിയുന്നു. എങ്കിലും ആ പാത്രം നിശബ്ദമായി സഹിച്ചു. സ്തോത്രം. അടുക്കളയിലെ ആ പാത്രത്തിന് ഇവിടെ വരുവാൻ യോഗ്യതയില്ല. സ്തോത്രം, സ്തോത്രം. വിശിഷ്ട അതിഥികളുടെ മുമ്പിൽ വരാൻ യോഗ്യതയില്ല. എന്നാൽ ഈ പാത്രം ഇവിടെ വരാൻ കാര്യം ആ പാത്രം അവിടെ തീക്കായി. പ്രാർത്ഥിക്കുന്ന ദൈവമേ, ആരാധിക്കുന്ന ദൈവമേ, ഉപസിക്കുന്ന ദൈവമേ, ആത്മാക്കളുടെ വീടുകളിൽ നിൽക്കുന്ന ദൈവമേ, നിന്നെ ആരും കാണുന്നില്ലെങ്കിലും നിന്നെ കാണുന്ന സ്വർഗമുണ്ട്. തീയേൽക്കുവാൻ, പുകയേൽക്കുവാൻ, കരിയേൽക്കുവാൻ ചിലർ ഏൽപ്പിക്കപ്പെടുന്നത് കൊണ്ടാണ് ചില മാനവാർത്ഥങ്ങൾ ദിവസം വരുന്നത്. പ്രാർത്ഥിക്കുന്ന നിന്നെ ആരും കാണുന്നില്ലെങ്കിലും നീ നിമിത്തം ചില മാനവാർത്ഥങ്ങൾ ഉളവായി വരുന്നുണ്ട്. നീ നിമിത്തം ചില വിടുതലുകൾ നടക്കുന്നുണ്ട്. നീ നിമിത്തം ചില സൗഖ്യം നടക്കുന്നുണ്ട്. ചിലരെ ദൈവം വിടുവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ചില ന്യായതയും താമസിപ്പിക്കുന്നുണ്ട്. എത്ര പേർക്ക് ശ്രദ്ധയോടെ ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? 103 സങ്കീർത്തനം 1 മുതൽ വായിച്ചാൽ എന്താ? 103 സങ്കീർത്തനം പുസ്തകം തുറക്കാൻ അറിയത്തില്ലേ? എന്റെ സമയം എന്തരകുമേ പിന്നെ വായിക്കേ. അടുത്തത്, അവൻ നിന്റെ അകത്യമൊക്കെയും മോചിച്ചു. പിന്നെ അവൻ നിന്റെ സകല രോഗങ്ങളെയും, അവൻ നിന്റെ ജീവനെ നാശം കൊണ്ടിരിക്കുന്നു. പിന്നെ അവൻ ദയയും കരുണയും തന്നെ അണിയിക്കുന്നു. പിന്നെ അവൻ നിന്റെ യൗവനം കഴുകനെ പോലെ. അപ്പം ദാവീദിന് സാക്ഷി പറയാൻ അവസരം കൊടുത്താൽ എന്തോ പറയും ദാവീദ്? എന്താ പറയുന്നത്? അവൻ ചെയ്തു, അവൻ ചെയ്തു, അവൻ ചെയ്തു, അവൻ ചെയ്തു. ഞാനൊന്നും ചെയ്തില്ല, ചെയ്തതല്ല എന്റെ കർത്താവാ. എന്റെ കർത്താവാ ചെയ്തത്, അവനാ ചെയ്തത്, ഞാനല്ല ചെയ്തത്, യേശു ചെയ്തു. മഹത്വം ദൈവത്തിനായിരിക്കണം, മഹത്വം ദൈവത്തിനായിരിക്കണം. ഞാൻ കൂടെ പറയാറുണ്ട്, 5 വിധമായ ആയുധങ്ങളാൽ ദൈവം തന്റെ പുത്രനെ നമുക്ക് വേണ്ടി പങ്കിട്ട് നൽകി. പക്ഷെ ദൈവം പങ്കിട്ട് തരാത്തതൊന്നുണ്ട്. എന്താ? യേശയ്യാ 43:8 വായിക്കണ്ട. അവൻ തന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കില്ല, തന്റെ മഹത്വം മറ്റൊരുത്തിന് വിട്ടുകൊടുക്കില്ല. മഹത്വം ദൈവത്തിനായിരിക്കണം. നിന്നേക്കല്ല ശ്രദ്ധയെ ആകർഷിക്കേണ്ടത് ക്രൂശിക്കപ്പെട്ടവരെ. സ്തോത്രം പറയാൻ കഴിയും. ഇന്നത്തെ പല പ്രസംഗികരും ജനത്തെ അവരിലേക്ക് ആകർഷിക്കുന്നു. നിന്റെ അരികിൽ വരുന്നവരെ നീ ക്രൂശിന്റെ ചോട്ടിലേക്ക് പറഞ്ഞു വിടും, ക്രൂശിക്കപ്പെട്ടവന്റെ ചോട്ടിലേക്ക് പറഞ്ഞു വിടും. മഹത്വമല്ല അവനാ കൊടുക്കണം.
നമ്മുടെ സഭകളിൽ മഹത്വം നമ്മുടെ കർത്താവിനായിരിക്കും. മറ്റുള്ളവർക്ക് ശക്തിയോട് സ്തോത്രം ചെയ്യുവാൻ കഴിയും. എന്നെ ആരും അറിയണ്ട അങ്ങനൊരു മനോഭാവം ഉണ്ടോ ക്രിസ്ത്യാനി? അതായത് അർത്ഥ ദൈവം യേശുവിനെ എന്നിലൂടെ അറിയണം. സോദരം, ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, മഹത്വം അവനിരിക്കട്ടെ. ഞാനവനായി ചാകണം എങ്കിലോ വേണ്ടില്ല, ആയിരങ്ങൾ ജീവിക്കട്ടെ. ഞാനവനായി ചാകണം എങ്കിലോ വേണ്ടില്ല, ആയിരങ്ങൾ ജീവിക്കട്ടെ. കഷ്ടതകൾ തീർക്കുവാൻ സിദ്ധന്മാരെ ചേർക്കുവാൻ പെട്ടെന്ന് യേശു വന്നിടുമേ. കഷ്ടതകൾ തീർക്കുവാൻ പെട്ടെന്ന് യേശു. ഒന്നുകൂടെ പാടിക്കേ. ഓ ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, മഹത്വമായിരിക്കട്ടെ. ഞാൻ കുറയുന്നെങ്കിലോ യേശു എന്നിൽ വളരട്ടെ, മഹത്വം അവനിരിക്കട്ടെ. ഞാനവനായി ചാകണം എങ്കിലോ വേണ്ടില്ല, ഞാനവനായി ചാകണം എങ്കിലോ വേണ്ടില്ല, ആയിരങ്ങൾ ജീവിക്കട്ടെ. കഷ്ടതകൾ തീർക്കുവാൻ കഷ്ടതകൾ ഓ ആരുണ്ടോ ചാരുവാനൻ മണവാളനൊഴികെ എരുക്കമുള്ളി മാറുവിൽ. ആരുണ്ടോ ചാരുവാനൻ മണവാളനൊഴികെ എരുക്കമുള്ളി മാറുവിൽ. ആവശ്യം വളരെ തൻ വായ്ത്തമുണ്ടതി, ആവശ്യം വളരെ തൻ വായ്ത്തമുണ്ടെങ്കിൽ ആയതെല്ലാം സാധ്യമല്ലോ. കഷ്ടതകൾ ക്ഷമപ്പെടൂ സിദ്ധന്മാരെ ചേർക്കുവാൻ. ഓ കഷ്ടതകൾ ഓ ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? ഈ വഴി വളരെ ഇടുക്കം ഞെരുക്കം, ആരിതു കടന്നിടുമോ? കൂട്ടുകാർ ചുരുക്കം, സഹായികൾ ചുരുക്കം, കൂട്ടുകാർ സഹായികൾ ചുരുക്കം, ആയിരല്ലോ മോക്ഷവഴി. കഷ്ടതകൾ തീർക്കുവാൻ പെട്ടെന്ന് യേശു വന്നിടുമേ. എന്റെ കഷ്ടതകൾ എന്റെ കഷ്ടതകൾ യേശുവിന്റെ മഹത്വം. എന്റെ കഷ്ടതകൾ തീർക്കുവാൻ ചെന്നപാടൂ വിശ്വാസത്തോടെ വിശ്വാസത്തോടെ. കഷ്ടതകൾ സിദ്ധന്മാരെ ചേർക്കുവാൻ. കരങ്ങൾ ഉയർത്തി ആട്ടി ദൈവത്തെ സ്തുതിച്ചാണ്. ദൈവമാണ് നമ്മുടെ കർത്താവ് വേഗം വരവായി. മഹത്വം വിടുന്ന വഴിക്ക് ഒരിക്കൽ കൂടെ കൈ ഉയർത്തി പറഞ്ഞാട്ട് മഹത്വം നമ്മുടെ കർത്താവിനായിരിക്കും. സ്തോത്രം. യെശയ്യാ 58 അധ്യായം ഞാൻ സകല ജാതിക്കാരെയും ഭാഷക്കാരെയും 8 യെശയ്യാ പ്രവചനം 58 അധ്യായം 13 വാക്യം ഞാൻ സകല ജാതിക്കാരെയും ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. യെശയ്യാ 66:18 വേഗത്തിൽ ഞാൻ സകല ജാതിക്കാരെയും ഭാഷക്കാരെയും വംശക്കാരെയും ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. വേഗത്തിൽ 66:18 ഞാൻ പ്രവർത്തികളെയും വിചാരങ്ങളെയും അറിയുന്നു. അവർ വന്ന് ശക്തിയോടെ ദൈവത്തെ സ്തുതിച്ചോട്ട് അവർ വന്ന് പ്രവചന ഞാൻ സകല ജാതിക്കാരെ ഒന്നിച്ചു കൂട്ടുന്ന കാലം വരുന്നു. ആ പ്രവചനം ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു. ദൈവസഭ എന്ന് പറഞ്ഞാൽ ഒരു ജാതിന്ന് പെറ്റുവരുന്നല്ല, പല ജാതിന്ന് ഒരു ജാതിയായിട്ടിരുന്ന
സ്തോത്രം. അവർ വന്ന് പറഞ്ഞാട്ട് കയ്യെത്തിപ്പോൾ അവർ വന്ന് കരമടിച്ചപ്പോൾ അവർ വന്ന് എന്റെ മഹത്വം കാണും. ഈ ആരാധന സ്ഥലത്ത് വരുന്നത് പാസ്റ്ററെ കാണാൻ അല്ല, വിശ്വാസിയെ കാണാനല്ല, കർത്താവിന്റെ മഹത്വം കാണാനാ. അവർ വന്ന് എന്റെ മഹത്വം കാണും. മഹത്വം കർത്താവിനായിരിക്കണം. ഈ പ്രഭാഷണം കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കണം. ഈ പ്രവചനം ബൈബിളിലുണ്ട്. ഞാൻ സകല ഭാഷക്കാരെയും ഒന്നിച്ചു കൂട്ടും, ഞാൻ സകല ജാതിക്കാരെയും. ഇവിടുത്തെ ചർച്ചകളിലൊക്കെ പോകണം. ഓൾ ഓഫ് ചർച്ച് ഓഫ് ഓൾ നേഷൻ എന്ന് പറഞ്ഞ ചർച്ച ഉണ്ട്. ഏതാണ്ട് 120 രാജ്യങ്ങളിൽ നിന്ന്. ഞാൻ അയർലൻഡിൽ പ്രസംഗിക്കുമ്പോൾ ഒരു ആഫ്രിക്കൻ ചർച്ചിൽ ദൈവനം പ്രസംഗിച്ചു. അവിടുത്തെ പാസ്റ്റർ ആഫ്രിക്കക്കാരനാണ്. അദ്ദേഹം എന്നോട് പറഞ്ഞു, പാസ്റ്റർ മോനശൻ, 56 രാജ്യങ്ങളിൽ നാളെ ഇന്ന് രാത്രി നിങ്ങളുടെ വസനം കേൾക്കുകയാണ് കേട്ടോ. അതാ ദൈവസഭ. ഈ കൊച്ചു കൂട്ടുകാരനെ ഒന്ന് കൊച്ചു നോക്കിയേ, നിങ്ങൾ ശ്രദ്ധിക്കുക, സത്യം നിങ്ങൾ അറിഞ്ഞുകൊണ്ട് പോകും. ഇതിനകത്ത് ആരൊക്കെ ഉണ്ട്? എവിടെ നിന്നൊക്കെ വന്നവരുണ്ട്? കത്തോലിക്ക എന്നുള്ളവരുണ്ട്, യാക്കോബ എന്നുള്ളവരുണ്ട്, CS എന്നുള്ളവരുണ്ട്, CMS എന്നുള്ളവരുണ്ട്, മാർത്തോമ എന്നുള്ളവരുണ്ട്, വേർപാടിൽ നിന്ന് വന്നവരും ഇതിനകത്ത് കാണും. സ്വന്തം SNDP ഉണ്ട്, NS ഒരു ബന്ധക്കോസ് കൂടി ചെന്ന് നോക്കിയാ എല്ലാ ജാതിയിനകത്തുണ്ട്. എന്താ കാര്യം? സകല സഭകളിൽ നിന്ന് അവസാനം വന്ന് ചേരുന്നു ഇവിടോട്ടാ. എന്താ കോസല് അല്ലേ? ഇവിടുന്ന് ആരെങ്കിലും അങ്ങോട്ട് പോകുന്നുണ്ടോ? ഉണ്ടോ എന്നൊക്കെ പറ. സകലയിടത്തുനിന്നും ആൾ ഇങ്ങോട്ട് വരാൻ കാരണം ഇത് അൾട്ടിമേറ്റ് റെവലേഷൻ ഓഫ് ഗോഡ്. പെന്തക്കോസ്ത് ദൈവത്തിന്റെ ആത്യന്തിക വെളിപ്പാടാ. ഇത് ആത്യന്തിക സത്യമാ. അതുകൊണ്ടാണ് ഇതിൽ കൂടുതൽ എന്താ പറയണ്ടേ? ഇതിൽ കൂടുതൽ എന്താ തെളിയിച്ചു തരണ്ടേ? ഇതാണ് ദൈവത്തിന്റെ വചനപ്രകാര സഭ. അതുകൊണ്ടാണ് ജനത്തിനകത്തേക്ക് ഒഴുകുന്നത്. ഒരു മോശപ്പെട്ട മാർഗത്തിൽ വന്നാലും ചിന്തിക്കല്ലേ, നീ ശ്രേഷ്ഠമേറിയ ജാതി, ശ്രേഷ്ഠമേറിയൊരു മാർഗമാണ്. എന്താ പറഞ്ഞ പോലെ ലോകം ദുഷിക്കുന്നുണ്ടായിരിക്കാം, ലോകം ആക്ഷേപിക്കുന്നുണ്ടായിരിക്കാം, സാരമില്ല, നമ്മുടെ കർത്താവ് ഓരാ ശക്തിയോടെ ദൈവത്തെ ശ്രദ്ധിച്ചേ. എന്താണ് ഉപ്പിന്റെ അടുത്ത പ്രത്യേകത? വേഗത്തിൽ വായിക്കൂ. ലൂക്കോസ് സുവിശേഷം 14-ാം അധ്യായം 34-35 വാക്യങ്ങൾ വേഗത്തിൽ വായിച്ചാട്ട്. ലൂക്കോസിന്റെ സുവിശേഷം 14-ാം അധ്യായം 34-35 വാക്യങ്ങൾ. കാലമില്ലാതെ പോയാൽ എന്തോന്നുകൊണ്ട് അതിന് രസം വരുത്തും. പിന്നെ നിലത്തിനും വളത്തിനും കൊള്ളുന്നതല്ല, അതിനെ പുറത്തു കളയും. കേൾക്കുവാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ഉപ്പിന്റെ 2-3 പ്രത്യേകത ഞാൻ പറഞ്ഞു. പറഞ്ഞാട്ടെ. ഒന്നാമത് ഞാൻ പറഞ്ഞു, ഉപ്പ് രുചി വരുത്തുന്നതാണ്. 2, ഉപ്പ് അത് സ്വയമായി മഹത്വം എടുക്കുന്നില്ല, മഹത്വം വിരുന്ന് വാഴിക്ക് നൽകുന്നു. 3, ഇവിടെ എഴുതിയിരിക്കുന്നു, ഉപ്പ് നിലത്തിനും വളത്തിനും കൊള്ളുന്നതാണ്. എന്ന് പറഞ്ഞാൽ ഉപ്പ് വളത്തിന് നല്ലതാണ്, ഉപ്പ് വളർത്തുന്നതാണ്. നീ മറ്റുള്ളവരെ വളർത്തുന്നവനാകണം, മറ്റുള്ളവരെ പരിപോഷിപ്പിക്കുന്നവനാകണം, മറ്റുള്ളവരെ തളർത്തുന്നവനാകരുത്, മറ്റുള്ളവരെ വളർത്തുന്നവരാകണം. പത്രോസിനെ യേശുവിന്റെ അരികിൽ കൊണ്ടുവന്ന ആരെന്നറിയാമോ? നമ്മുടെ സഹോദരനായ അന്ത്രയോസാണ്. പക്ഷെ അന്ത്രയോസിനേക്കാൾ എത്രയോ പത്രോസ് വളർന്നു. ബർന്നബാസാണ് പൗലോസിനെ ശിഷ്യന്മാർക്ക് പരിചയപ്പെടുത്തിയത്. പക്ഷെ ബർന്നബാസിനേക്കാൾ പൗലോസ് എത്രയോ ഉന്നതനായി. പറഞ്ഞത് കേൾക്കുന്നുണ്ടോ? നീ കൊണ്ടുവരുന്നവൻ നിന്നേക്കാൾ വളർന്നാലും അസൂയപ്പെടരുത്. സന്തോഷത്തോടെ സ്വതന്ത്രം പറഞ്ഞു. നീ കൃപയിലേക്ക് കൊണ്ടുവരുന്നവൻ നിന്നേക്കാൾ ഉയർന്നാലും അസൂയപ്പെടരുത്. സ്തോത്രം, സ്തോത്രം. ഇപ്പൊ മണ്ടന്നുള്ളല്ലേ, അടിച്ചിരുത്തല്ലേ, പൊങ്ങരുത്. സ്തോത്രം. നീ മറ്റുള്ളവരെ വളർത്തുന്നവനാകണം. എത്രയോളം സ്തോത്രം പറയാൻ. ഞാൻ കൂടെ പറയും, നീ നിമിത്തം ഒരാൾ കൃപയെ വന്നില്ലേലും നീ നിമിത്തം ഒരാൾ കൃപയിൽ നിന്ന് പോകാനിടയാണ്. സ്തോത്രം. വളർത്തുന്നതാണ്. ഇനി വളരെ പ്രധാനപ്പെട്ടതാണ് ഉപ്പിന്റെ മറ്റൊരു പ്രത്യേകത. വായിക്കൂ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14 വാക്യങ്ങൾ. 2 കൊരിന്ത്യർ ലേഖനം 6-ാം അധ്യായം 14 വാക്യങ്ങൾ വായിച്ചാട്ട്. 2 കൊരിന്ത്യർ 6-14 വാക്യം. നിങ്ങൾ അവിശ്വാസികളോട് ഇണയില്ലാ പിണ കൂടരുത്. വളരെ ശ്രദ്ധിക്കണം. കാനഡയ്ക്ക് ആവശ്യമായി ദൂതാ പറയാൻ പോകുന്നത്. ഇണയില്ലാ പിണ കൂടരുത്. അടുത്ത വാക്യം. നീതിക്കും അധർമ്മത്തിനും തമ്മിൽ എന്ത് ചേർച്ച? വെളിച്ചത്തിന് ഇരുളിനോട് എന്ത് കൂട്ടായ്മ? ക്രിസ്തുവിനും ബലിയാനും തമ്മിൽ എന്ത് പൊരുത്തം?
നല്ല വിശ്വാസിക്ക് അവിശ്വാസിയുമായി എന്തോഹരി. അടുത്തത്, ദൈവാലയത്തിന് വിഗ്രഹങ്ങളോട് എന്ത് യോഗ്യത? നാം ജീവനുള്ള ദൈവത്തിന്റെ ആലയമല്ലോ. അടുത്ത വാക്യം, ഞാൻ അവരിൽ വസിക്കുകയും നടക്കുകയും ചെയ്യും. ഞാൻ അവർക്ക് ദൈവവും ദൈവം അരുളി ചെയ്തിരിക്കുന്നുവല്ലോ. അതുകൊണ്ട് അവരുടെ നടുവിൽ നിന്ന് പുറപ്പെട്ട് കരം ഉയർത്തി അവരെ സ്തോത്രം പറഞ്ഞേ. സെപ്പറേഷൻ ശ്രദ്ധിച്ചോണം. അതായത് ഉപ്പുമായി ചേരാത്ത ചില സാധനങ്ങളുണ്ട്. എന്തൊക്കെയാ? ഇരുമ്പും ഉപ്പും തമ്മിൽ എന്ത് ചെയ്തില്ല? ഒരിക്കലും ചേരില്ല. ഒരു വിശ്വാസി ചേരാത്തിടമുണ്ട്. ഒരു വിശ്വാസി സെപ്പറേഷൻ, വേർപാട് പാലിക്കേണ്ട ഇടമുണ്ട്. സ്തോത്രം ശക്തിയോട് പറയാൻ കഴിയുമോ? ഞാൻ മുമ്പേ പറഞ്ഞില്ലേ, പണ്ട് ഉപ്പ് വളരെ അകലെയാണ് വെച്ചിരുന്നത്. അതിന് കാരണം എന്താ? ഉപ്പുമായി സഹവസിക്കുന്നവനെ ഞാൻ പിന്നെ മനസ്സിലാക്കി തരാം, ഉപ്പിന്റെ രുചി പിടിക്കും. എന്താ പെന്തക്കോസ്തുകാരുടെ യോഗത്തിന് ആരും വരരുതെന്ന് പറഞ്ഞ് പേടിച്ചാൽ ചിലർക്ക് വന്നിരിക്കുന്നത്? എന്താ കാര്യം എന്നറിയാമോ? ഈ രുചി അവനെ കയറി പിടിക്കും. സ്വതന്ത്രം ഒന്നും കേൾക്കുന്നില്ല. സ്വതന്ത്രം പെന്തക്കോസ്ത് പകർച്ചയാതിയാ. ഒരു വീട്ടിൽ ഒരാൾക്ക് ഈ അസുഖം വന്നാൽ മതി, വീട്ടിൽ എല്ലാവർക്കും വരും. സ്വതന്ത്രം സ്വതന്ത്രം ആരും സ്വതന്ത്രം പറഞ്ഞില്ലല്ലോ. സ്വതന്ത്രം കേരളത്തിൽ വെച്ച് പിടിച്ചില്ലെങ്കിൽ സൗദി അറേബ്യ ചെല്ലുമ്പോൾ പിടിക്കും. സ്വതന്ത്രം അല്ലെ ദുബൈ ചെല്ലും പിടിക്കും, അല്ലെ കാനഡയിലും പിടിക്കും. അതുകൊണ്ട് പലരും ഈ കയറ്റി വിടുമ്പോഴേ പറയും. നാളെ ഞാൻ ചെങ്ങന്നൂർ ശരിക്കും നിൽക്കുക. ചെങ്ങന്നൂരൊക്കെ പണ്ടേ ഒരു പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ. അവിടെ ഈ നമ്മുടെ റെയിൽവേ സ്റ്റേഷൻ്റെ ഒരു പ്രത്യേകത, ഒരാളെ കയറ്റി വിടാൻ 20 പേര് വരും. മിക്കവാറും കയറി പോകേണ്ട ആളെ സ്റ്റാൻഡിൽ ഇവിടെ നിൽക്കും, കയറ്റി വിടാൻ വന്ന ആളകത്ത് കയറും. അപ്പൊ ഇന്നാണ് ഞാൻ ട്രെയിനിൽ തൃശ്ശൂർ പ്രസംഗിക്കാൻ പോകുമ്പോൾ ഒരു പെങ്കൊച്ചിനെ കയറ്റി വിടുകയാണ്. ആളുകളെല്ലാം ഇടിച്ച് കയറ്റി വിട്ടു. ട്രെയിൻ മൂവ് ചെയ്തപ്പോൾ ഒരുത്തന്നെ ഓടി കയറി ഇതിനകത്ത്. ഞാൻ വെച്ചിട്ട് അത്യാവശ്യ കാര്യം പറയാൻ വന്നു. ഓടി വന്ന്, മോളെ ബോംബെയിലൊക്കെ പോകുന്നവളെ അവിടെ നിന്ന് പോയി പെന്തക്കോസ്തിനെ വായിക്കളയല്ലോ. വലിയ കാര്യം പറയാൻ സ്വതന്ത്രം. ദൈവം ഒരുത്തനെ കണ്ടെങ്കിൽ നീ എന്തോ തടയിട്ടാലും ദൈവം അവനെ കൊണ്ടുവന്നിരിക്കും. അതോടൊക്കെ സ്വതന്ത്രം പറയാൻ എന്തോ വാക്സിനേഷൻ എടുത്താലും വരും, കറക്കി തിരിഞ്ഞുകളും കൊണ്ടുവരും. നമ്മുടെ വിഷയം അതല്ല, ഇരുമ്പും ഉപ്പും തമ്മിൽ ചേർച്ച. അപ്പൊ ഞാൻ പറഞ്ഞത്, അന്ന് ഉപ്പ് ദൂരെ വെച്ചിരുന്നു, ഇപ്പൊ ഉപ്പ് എവിടാ? കണ്ടിട്ടില്ലേ? ഉപ്പ് എല്ലാത്തിനും കൂടെ ഇരിക്കുക. അതിന് കാര്യം എന്താ? ഉപ്പ് ഐഡോയ്സ് എന്തായെന്ന് പറഞ്ഞേ? ഐഡൈസ് ചെയ്തു. അപ്പൊ ഉപ്പിന്റെ വേർപാട് പോയി. അവിടെയാണ് പ്രശ്നം. മനസ്സിലായില്ലേ? ഉപ്പിന്റെ വേർപാട് പ്രശ്നം. ഇപ്പം ഉപ്പിന് പണ്ട് വലിയമ്പുറത്ത് കിടന്നു ഉപ്പ്, ഇപ്പം ഷോക്കേസിലായി. അതോടുകൂടി കാരവും പോയി. ക്രിസ്ത്യാനി ലോകക്കാരനല്ല, ലോകക്കാരനെ പോലെ ആകരുത്. ശ്രദ്ധിച്ചു നോക്കൂ, വേഗത്തിൽ 2 വാക്യം വായിക്കൂ. സ്വതന്ത്രം സംഖ്യാപുസ്തകം 23:9. ഒരാൾ വേഗത്തിൽ വായിക്കൂ. സംഖ്യാപുസ്തകം 23:9. മറ്റൊരാൾ ഓക്കെ, അത് ആദ്യം വായിച്ചേ. സംഖ്യ 23:9. ഇതാ ശിലാഗ്രഹങ്ങളിൽ നിന്ന് ഞാൻ അവനെ കാണുന്നു, ഗിരികളിൽ നിന്ന് ഞാൻ അവനെ ദർശിക്കുന്നു. ഇതാ തനിച്ചു പാർക്കുന്ന ഒരു ജനം, ജാതികളുടെ കൂട്ടത്തിൽ. കരമുയർത്തിയ ശക്തിയോട് പറ, ജാതിയുടെ കൂട്ടത്തിൽ നീ സെപ്പറേറ്റഡ് ആണ്. നീ ജാതിയെ പോലാകരുത്. ജാതികളുടെ കൂട്ടത്തിൽ എണ്ണപ്പെടുന്നില്ല. അതുകൊണ്ട് പറഞ്ഞു, ആ വിചാരം അവന് ഫലിക്കത്തില്ല, ലക്ഷണവിദ്യ അവൻ്റെ എടുക്കപ്പെടില്ല. നീ തനിച്ചു പാർത്താൽ ഒരുത്തരും നിന്നെ ശുദ്ധം ചെയ്ത് മയക്കാൻ കഴിയില്ല. സെപ്പറേഷൻ. എന്നാൽ കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ഒന്ന് വായിച്ചേ വേഗത്തിൽ. ഹോശേയ 7:8. എങ്ങനെയായി ഇസ്രായേൽ, എങ്ങനെയായി എഫ്രൈം? വായിച്ചു വേഗത്തില്. ഹോശേയ 7:8. എഫ്രൈം ജാതികളോട്. അപ്പം പണ്ടെങ്ങനായിരുന്നു? തനിച്ചു പാർക്കുന്ന ജനം. ഇപ്പൊ എങ്ങനായി? ജാതികളോട് ഇടകലർന്നു. പിന്നെ എഫ്രൈം ഇങ്ങനായി, ഒരു വശം മാത്രം വെന്തു, മറിച്ചിടാത്ത ദോശ. പിന്നെ അവന് ഇടയ്ക്കിടയ്ക്ക് അന്യജാതികളുടെ ബലം തിന്നു, പക്ഷെ അവനത് അറിയുന്നില്ല. പിന്നെ അവൻ അവിടെ ഇവിടെ നരച്ചു, പക്ഷെ അതും അവന്
ഇതാണ് ഇന്നത്തെ ആത്മീയ ലോകത്തിന്റെ സ്ഥിതി. സ്തോത്രം, ശക്തിയുടെ സ്തോത്രം പറയാൻ കഴിയുമോ? അത് ആത്മീയ ലോകത്തിന്റെ കാര്യം പറഞ്ഞിട്ട് പോവാം. എന്താണ് ഇന്നത്തെ സ്ഥിതി? ഒരു ലേവ്യ പുരുഷൻ പോയി ലേവ്യ കന്യകയെ പരിഹരിച്ചു, ബൈബിൾ പറയുന്നു. ഒരു ലേവ്യ പുരുഷൻ, ഇത് കേൾക്കട്ടെ, യൂട്യൂബിൽ ഇട്ടോണം. ലേവ്യ കന്യകയാണ് പരിഹരിക്കേണ്ടത്. രക്ഷിക്കപ്പെട്ടവനെ, സ്നാനപ്പെട്ടവൻ സ്നാനപ്പെട്ടവനെ, അഭിഷേകം പ്രാപിച്ചവളെ ഭാര്യയാകേണ്ടത്. പോയ പോക്കി കിട്ടിയതിനെ എല്ലാം ആക്കരുത്. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. പേരിനെ കെട്ടിയാലും ചാപ്പാട് കഴിക്കാൻ ഉപദേശിമാർ വരെ ഉണ്ടല്ലോ. അതാണോ സപ്രഷൻ? സ്വതന്ത്രം. നാല് കെട്ടുന്നവനും കർത്തൃമേശ കൊടുക്കുന്ന ഉപദേശിയില്ലേ? ഇതാണോ ക്രിസ്ത്യ സഭ? ഹോമോസെക്സുകളെ വെച്ചുകൊണ്ടിരിക്കുന്ന ക്രിസ്ത്യ സഭകളില്ലേ? ഇതാണോ ദൈവസഭ? ജാതികളുടെ ഇല കടന്നില്ലേ, നരച്ചില്ലേ? അതാ കർത്താവ് പറഞ്ഞു, അവരുടെ ഇന്ന് പുറപ്പെട്ടു പോയി. എത്ര ശക്തിയുടെ സ്തോത്രം പറയാൻ കഴിയും? കല്യാണം ഒഴിഞ്ഞാലും കുഴപ്പമില്ല, കെട്ടിയില്ലേലും കുഴപ്പമില്ല, ലിവിങ് ടുഗദർ ആയാലും കുഴപ്പമില്ല. സ്വതന്ത്രം എങ്ങനെ ജീവിച്ചാലും കുഴപ്പമില്ലെന്ന് പറയുന്നതാ ദൈവസഭയല്ല. ഞങ്ങളെ ദൈവം വിളിച്ചത് പ്രസംഗിക്കാനാ. എല്ലായിടും ഒന്നും ഒത്തില്ലെങ്കിലും ഒത്ര തന്നെ പോഴ്ക്കാച്ച എല്ലായിടും നോക്കും. എനിക്ക് ആത്മാവെന്ന എല്ലായിടും ഞാൻ പറയും. സ്വതന്ത്രം കിട്ടുന്നല്ലേ കാണുന്നേ. സ്വതന്ത്രം സ്വതന്ത്രം. ഹല്ലേലൂയ. കാലഘട്ടത്തിനനുസരിച്ച് വചനം കൂട്ടി മാറ്റാൻ ആർക്കും അധികാരമില്ല. കർത്താവിന്റെ വചനം സ്വർഗത്തിൽ എന്നേക്കും സ്ഥിരമാക്കപ്പെട്ടതാ. സ്വതന്ത്രം. ആകാശം ഭൂമി മാറിയാലും മാറില്ല. സ്വതന്ത്രം. ആരാണ്ട് ചോദിച്ച പോലെ കൊരിന്ത്യർക്ക് എഴുതിയ കോഴഞ്ചേരിക്കാർക്ക് എന്താണ് കാര്യം? ഇത് കൊരിന്ത്യർക്ക് എഴുതിയതല്ല, ഇനിയും ജനിക്കാനുള്ളവനും കൂടെ ഇത് എഴുതി വെച്ചിരിക്കുക. സ്വതന്ത്രം. മാനവജാതിക്കുള്ള ദൈവ സന്ദേശമായത്. അങ്ങനെ പറഞ്ഞവൻ പുസ്തകം താഴെ വെച്ചിട്ട് വേറെ പഠിക്ക് പോകണം. ഇതുകൊണ്ട് നടക്കരുത്. എന്താ സ്വതന്ത്രം പറയാൻ കഴിയാത്തത്? എത്ര കാലം പഠിച്ച് ദൈവത്തെ കഴിയും? ആകാശം മാറും, ഞാൻ ചവിട്ടിയിരിക്കുന്ന ഭൂമി മാറും, ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ഇതെല്ലാ കാലത്തേക്കുള്ള മനുഷ്യനുള്ള ദൈവ സന്ദേശമാണ്. വിവാഹമോചനം ദൈവം വെറുക്കുന്നു. സ്വതന്ത്രം. നിന്റെ മോനെ കെട്ടണമെന്ന് പറഞ്ഞ്, നിന്റെ മോക്ക് കെട്ടണമെന്ന് പറഞ്ഞ് വേദപുസ്തകത്തെ തിരുത്താൻ നീ നോക്കരുത്. നീ പോയി കെട്ട. സ്വതന്ത്രം സ്വതന്ത്രം സ്വതന്ത്രം. ജാതികളുടെ കടന്നില്ലേ? എന്താണ് ക്രിസ്ത്യാനി വ്യത്യാസം? അച്ചായന്മാരെ നിങ്ങൾ ശ്രദ്ധിക്കുക, സഹോദരന്മാരെ. എന്താണ് ഇന്നത്തെ നിങ്ങൾ നാട്ടിൽ നോക്കി? എന്താണ് നിങ്ങൾ നോക്കൂ, നിങ്ങൾ കൂടുന്ന പള്ളി, ഞാൻ ആരെയും ക്രിട്ടിസൈസ് ചെയ്യല്ല. ഇന്നത്തെ ക്രിസ്ത്യാനിയും ലോക മനുഷ്യനും തമ്മിൽ എന്താണ് വ്യത്യാസം? അവന്റെ വീട്ടിലും നിലവിളി, ക്രിസ്ത്യാനിയുടെ വീട്ടിലും നിലവിളി. അവൻ മദ്യപിക്കുന്നു, നിങ്ങളുടെ വീട്ടിലും മദ്യപാനം. അവന്റെ വീട് ഷാപ്പാക്കുന്നു, നിന്റെ വീടും ഷാപ്പാക്കുന്നു. നിന്റെ വീട്ടിലും നിലവിളി, ഭാര്യയുടെ മുടുക്കിന് കുത്തിരി പിടിച്ച് നടുവിനിടി, ബഹളം അല്ലേ? കള്ളക്കടത്ത്, കള്ളക്കേസ്, കള്ളവാറ്റ് എല്ലാം ഉള്ളവനാണോ ക്രിസ്ത്യാനി? സ്വതന്ത്രം. ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാ, യേശുവിനെ അനുകരിക്കുന്നവനാ, അവൻ വേർതിരിക്കപ്പെട്ടവനാ. എത്രവർക്ക് ശക്തിയോട് ദൈവത്തെ ശ്രദ്ധിക്കാൻ കഴിയും? നിങ്ങൾ ചിന്തിച്ചു നോക്കിയേ, ആരാധന എന്താ വ്യത്യാസമുള്ളത്? നിങ്ങൾ പഠിക്കൂ. ഞാൻ ആരാധനയെ കുറിച്ച് പുസ്തകം എഴുതിയിട്ടുണ്ട്, അതിൻ്റെ ഒരു കോപ്പി പാസ് കൊടുത്തിട്ടുണ്ട്. വേറെ കോപ്പി പ്രിന്റ് എടുത്ത് എല്ലാവരും കൂടെ പഠിക്കുക. എന്താ ആരാധന വ്യത്യാസം? നമ്മുടെ ഒരു പള്ളിയും ഒരു ശ്രീകോവിലും എടുത്തേ, ഒരു ക്ഷേത്രത്തിൻ്റെ ഒരു പള്ളിയും തമ്മിൽ എന്താ വ്യത്യാസം തന്നെ എന്ന് പഠിപ്പിച്ചതാ. ഒരു ക്ഷേത്രത്തിന് ശ്രീകോവിലുണ്ട്, ഒരു പള്ളിക്ക് മധുവായുണ്ട്. ഒരു ക്ഷേത്രത്തിൽ പൂണൂലിട്ട പൂജാരിയുണ്ട്, ഒരു പള്ളിയിൽ സ്ഥാനവസ്ത്രം ധരിച്ച പുരോഹിതനുണ്ട്. അമ്പലത്തിൻ്റെ ആരാധനയിൽ പ്രധാന സമയം വരുമ്പോൾ തീയുണ്ട്, പുക ഉണ്ട്, മണമുണ്ട്, മണിയടിയുണ്ട്, ഇല്ലേ? ഇവിടെ ആരാധനയുടെ പ്രധാന സമയം വരുമ്പോൾ തീയുണ്ട്, പുകയുണ്ട്, മണമുണ്ട്, മണിയടിയുണ്ട്. അവിടെ സാമ്പ്രാണത്തിൻ്റെ മണി, ഇവിടെ എന്താ കുന്തിരിക്കത്തിൻ്റെ മണം.
അല്ലേ? പിന്നെ നിങ്ങൾ നോക്കിയേ, അവിടെ കൊടിയേറ്റുണ്ട്, ഇവിടെ പറയുന്നേ കൊടിയേറ്റുണ്ട്. അവിടെ ചെണ്ടമേളമുണ്ട്, ഇവിടെ ബാൻഡുമേളമുണ്ട്. അവിടെ പറയെടുപ്പുണ്ട്, ഇവിടെ വെഞ്ചരിപ്പുണ്ട്. അവിടെ കെട്ടുകാഴ്ചയുണ്ട്, ഇവിടെ റാസമുണ്ട്. അവിടെ വഞ്ചിക്കുറ്റി അല്ലാതെ നാട്ടി പിച്ച കണ്ടാൻ ആളുകൾ വിശുദ്ധന്മാരെ ദേവീദേവന്മാരെ എഴുതിയിട്ടുണ്ട്, ഇവിടെ വഞ്ചിക്കുറ്റി വെച്ച് പിച്ച കണ്ടാൻ എഴുതിയിട്ടുണ്ട്, ഇല്ലേ? അവിടെ കതിനായുണ്ട്, ഇവിടെ കതിനായുണ്ട്. അവിടെ ഉള്ള നേർച്ചയുണ്ട്, ഇവിടെ ഉള്ള നേർച്ചയുണ്ട്. എന്താണ് വ്യത്യാസം? ഇതല്ല ക്രിസ്ത്യാനിറ്റി. സ്വതന്ത്രം ക്രിസ്ത്യാനി യേശു ക്രിസ്തുവിനെ അനുഗമിക്കുന്നവനാണ്. അവൻ സെപ്പറേറ്റഡ് ആണ്. എത്ര പേർക്ക് ശക്തിയോട് ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയും? ആചാരം എല്ലാത്തിലും വ്യത്യസ്തനാണ്. സ്തോത്രം, സ്തോത്രം. നിങ്ങളുടെ ഇടയിൽ ലോകത്തിന്റെ അറ്റത്തോളം സുവിശേഷം എന്ന് പറഞ്ഞ പോലെ ഈ മെസ്സേജ് ലോകത്തിന്റെ അറ്റത്ത് ചെല്ലട്ടെ. ക്രിസ്ത്യാനി വസ്ത്രധാരണത്തിൽ വ്യത്യസ്തനാണ്, ഇല്ലേ? ഇല്ലേ? കണ്ട് ആചാര്യോടൊക്കെ ചോദിച്ചു, നമ്മുടെ നാട്ടിലെ അമ്മച്ചിമാരെങ്ങനായിരുന്നു? എന്നോട് നിങ്ങൾ ചട്ടയും കൊണ്ട് കൊടുക്കണല്ലോ, ഒരു മുറം പോലെ സാധനം. എന്തിനാണെന്നറിയാവേ? ഞാൻ ക്രിസ്ത്യാനിയാണെന്ന് ഐഡന്റിഫിക്കേഷൻ അല്ലായിരുന്നു, ഇല്ലേ? വസ്ത്രധാരണത്തിൽ സ്തോത്രം. ഭാഷ കൊണ്ട് ഇതിനെ തിരിച്ചറിയണം. സ്തോത്രം. മോശക്കുഞ്ഞിനെ കേട്ടിട്ട് പോകും. മോശക്കുഞ്ഞിനെ പറവാന്റെ പുത്രി കണ്ടപ്പോ എന്താ പറഞ്ഞേ? ഒന്ന് പറയുന്നത് എന്താ പറഞ്ഞേ? ഇതൊരു അബ്രായ ശിശു. എങ്ങനെ അബ്രായ ശിശുവിനെ തിരിച്ചറിഞ്ഞ പറഞ്ഞേ? എങ്ങനെ തിരിച്ചറിഞ്ഞു? പറയാവോ? എങ്ങനെ തിരിച്ചറിഞ്ഞു? പറ. പെടുത്തതുകൊണ്ടാണോ? മുസ്ലിമർ കൊടുത്തതല്ലേ? അറബികൾ കൊടുത്തതല്ലേ? പക്ഷെ എൻ്റെ അഭിപ്രായം ഞാൻ പറയാം, ഈ കുഞ്ഞിനെ കണ്ടപ്പോൾ തിരിച്ചറിയാൻ കാരണം ഇതിന് കണ്ണെഴുതിയിട്ടില്ലായിരുന്നു, ഇതിന് പൊട്ടു തൊട്ടിട്ടില്ലായിരുന്നു, ഇതിന് കരിവള ഇട്ടിട്ടില്ലായിരുന്നു. അയ്യോ, അത്രയൊന്നും പറയണ്ടല്ലേ. കൊച്ചുകൾ ജനിക്കുമ്പോഴേ 2 കരിവള. എന്തിനാ ഈ കരിവള? പ്രൊട്ടക്ഷൻ, കണ്ണ് കിട്ടാതിരിക്കാൻ. അപ്പം നീ അന്നേരെ പറഞ്ഞു നിന്റെ കൊച്ചിനെ സംരക്ഷിക്കാൻ കരിവള ഏൽപ്പിച്ചേക്കുക, ദൈവം തമ്മിലാണ് സംരക്ഷണം വേണ്ട. സ്തോത്രം പോയ പോക്ക് കണ്ടു. നിന്നെ വ്യത്യസ്തനാകണം, നീ വ്യത്യസ്തനാകണം, നീ ലോകപ്പാലിനെ പോലാകരുത്. സ്തോത്രം. പത്രോസ് തൂപ്പുകാരിയുടെ മുമ്പിൽ യേശുവിനെ തള്ളി പറഞ്ഞു, ഞാൻ അറിയത്തില്ലെന്ന് പറയണേ. അവളെന്താ പറഞ്ഞേ? നിന്റെ ഉച്ചാരണം, നിന്റെ ശബ്ദം കേട്ടാൽ അറിയാം നീ ആരുടെ കൂടെ ഉള്ളവനാണെന്ന്. നീ വ്യത്യസ്തനാകണം. സ്തോത്രം. കേട്ടാലും ഇല്ലേലും വസ്ത്രധാരണത്തിൽ വ്യത്യസ്തമാണെങ്കിൽ ലോകക്കാരൻ കാണിക്കുന്നവരെല്ലാം നീ കാണിക്കരുത്. നീ വ്യത്യസ്തനാകണം. ദൈവമാം അവനവകാശമാം ജനം നാം യഹോവ. പരദേശികൾ നാം ഇതുപോലൊരു പരദേശികൾ നാം ഇതുപോലൊരു ജാതിയുണ്ടോ? യഹോവ വിശുദ്ധ ജനം നാം യഹോവ. ശുദ്ധ ജാതിയായിരിക്കാൻ നോക്കിയേ. എഫേസ്യ ലേഖനം സ്വതന്ത്രം. എഫേസ്യ ലേഖനത്തിൽ സ്വതന്ത്രം 5:26 താൻ അവളെ വചനത്തോടുകൂടി ജലസ്നാനത്താൽ വെളിപ്പാക്കി കറ, ചുളുക്കം, വാട്ടം, മാലിന്യം ഒന്നുമില്ലാതെ തനിക്ക് തന്നെ തേജസ്സോടെ മുൻനിർത്തേണ്ടതിന് അവൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. അതാ ദൈവസഭ, അതാ ദൈവസഭ. സ്വതന്ത്രം. വെളിപ്പാട് പുസ്തകം നോക്കിയിട്ട് നിർത്താം. വെളിപ്പാട് പുസ്തകം 14:4 വെച്ചും വാക്യം 14. വെളിപ്പാട് പുസ്തകം 14-ാം അധ്യായം 4-ാം വാക്യം മുതൽ വായിച്ചാട്ടെ. അവർ കന്യകമാരാകിയാൽ സ്ത്രീകളോടുകൂടെ മല്ലപ്പെടാത്തവർ തന്നെ. അടുത്ത വാക്യം. കുഞ്ഞാട് പോകുന്നിടത്തൊക്കെയും അവരവനെ അനുഗമിക്കുന്നു. ആദ്യഫലമായി മനുഷ്യരുടെ നിന്ന് കണ്ടോ വിലയ്ക്ക് വാങ്ങിയത് അതിനെ. സ്വതന്ത്ര ശക്തിയോട് പറയൂ. പിന്നെ അടുത്ത വാക്യം.
അടുത്ത വാക്യം, ഭോഷ്കരുടെ വായിൽ ഉണ്ടായിരുന്നില്ല. പിന്നെ അവർ കളങ്കമില്ലാത്തവർ തന്നെ. എത്ര പേർക്ക് ദൈവത്തെ സ്തുതിക്കാൻ കഴിയും? അങ്ങനെയുള്ള സഭയെ ചേർക്കാൻ യേശു വരുന്നു. ഇത്തിരി കല്യാണം നടത്തി പ്രസംഗിച്ചിരുന്നതാണ്. കുഞ്ഞാടിന്റെ കാന്ത എൻ്റെ ഒരു പ്രത്യേക വിഷയമാണ്. ഇരിക്കുന്നവരെ കല്യാണം കഴിച്ചവരല്ലേ. കല്യാണം ഉറപ്പ് കഴിഞ്ഞാൽ പിന്നെ ഒരു സഹോദരി എന്താ ചെയ്യുന്നതെന്നറിയാമോ? നിങ്ങളൊക്കെ എന്താ ചെയ്തത്? ഉറപ്പ് കഴിഞ്ഞാൽ പിന്നെ എന്താ ചെയ്തത്? ഒരുക്കമൊക്കെ ഉണ്ടല്ല. ആ പുള്ളിക്കാരനെ വിളിക്കും. ചേട്ടൻ എന്താ വിളിക്കുന്നത്? ഞാൻ എന്തോ ഡ്രസ്സാണ് ഇടുന്നത്. കല്യാണത്തിന് വരുമ്പോൾ നമുക്ക് രണ്ടോട് കൂടെ എടുക്കാം അല്ലേ? പിന്നെ മുഴുവൻ ചെന്ന് പാർക്കാൻ പോകുന്ന വീട്, അവിടുത്തെ ഇഷ്ടം. ഭർത്താവിന് ഏത് ആഗ്രഹം ഇഷ്ടം? മനസ്സിലായില്ലേ? ഒരു മണവാട്ടി വിവാഹ ഉറപ്പ് കളഞ്ഞവൾ പിന്നെ ചിന്തിക്കുന്നത് പോയി പാർക്കാൻ പോകുന്ന വീടിനെ കുറിച്ച്. തന്നെ മണവാളനാകാൻ പോകുന്നത് ഇഷ്ടമാണ്. ഞാൻ ഒത്തിരിയിടത്ത് പറയാറുണ്ട്. വളരെ കളർഫുള്ളായ വസ്ത്രം ഇഷ്ടപ്പെടുന്ന ഒരു സ്ത്രീ വളരെ ലൈറ്റായ വസ്ത്രം എടുത്തുകൊണ്ട് വിവാഹവേദി വരുമ്പോൾ കൂട്ടുകാരി വയ്ക്കുന്നത് നിനക്ക് നാണോ ഇല്ലയോ? എന്തുവാടി നീ എടുത്തുകൊണ്ട് വന്ന്? എന്താണ് നീ എടുത്തത്? അവരെ അവിടെ നീ പോയി പഠിച്ച് നോക്കടി, നിനക്ക് ഇഷ്ടമില്ല, എൻ്റെ അച്ഛാൻ ഇത് ഇഷ്ടമാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പൊ തിരിച്ചാൻ തോന്നുന്നു. സ്നാനം നിനക്കിഷ്ടമല്ലേ? യേശുപ്പച്ചന് ഇഷ്ടാ. ആഭരണം ഊരിയത് നിനക്ക് ഇഷ്ടപ്പെട്ടില്ലേ? യേശുവിന് ഇഷ്ടപ്പെട്ടതേ. യേശുവിന് ഇഷ്ടമാണ് തിരക്കേണ്ടത്. ചെന്ന് വാക്കാൻ പോകുന്ന നാടിന്റെ ഇഷ്ടം. ചുമ്മാ ഈസിയായിട്ട് അങ്ങ് സ്വർഗത്തിൽ പറക്കില്ലെന്നേ. ഇതാണ് ഉപദേശം, ഇതാണ് വചനം. ദൈവത്തിന്റെ സഭ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കുന്നത് എന്താന്ന് നീ മനസ്സിലാക്കണം. സ്വതന്ത്രം. ഇപ്പോൾ സെപ്പറേഷൻ വേണം. സ്വതന്ത്രം. വേഗത്തിൽ നമ്മുടെ സമയം പോകുന്നല്ലോ. ഉപ്പിന്റെ പ്രത്യേകത, ഉപ്പും ഇരുമ്പും തമ്മിൽ ചേരില്ല. ഉപ്പിന്റെ മറ്റൊരു പ്രത്യേകത, ഉപ്പ് ചെറുതിനെയൊക്കെ തകർക്കുന്നു. വേഗത്തിൽ നമ്മുടെ സമയം നിർത്താൻ പോവുകയാണ്. തകർക്കുന്നു, ചെറുതിനെ പൊടിക്കുന്നു. ഈ ബിൽഡിങ് തൂണ് ഇരുമ്പ് കൊണ്ടുള്ളതാണെങ്കിൽ ഇതിൻ്റെ തൂണുകൾ മാന്തി ശേഷം ഓരോ ചാക്ക് ഉപ്പ് ആ പില്ലറിൻ്റെ എല്ലാം അടിക്കൊണ്ടിട്ടാണ്. പോകുമ്പൊന്നും വെക്കണ്ട, വേണം. 2-3 മാസം കഴിയുമ്പോൾ തന്നെ വീണോളും. കാരണം എന്താ? ഉപ്പിനെ തകർക്കാനുള്ള കഴിവുണ്ട്. നിങ്ങൾക്കാർക്ക് നീക്കാനുണ്ടായി. ഇവിടുത്തെ മഞ്ഞ് വീണിങ്ങനെ കിടക്കുമ്പോൾ എന്തോ കൊണ്ടുവന്നാ ഇടുന്നത്? മെൽറ്റ് ചെയ്യാൻ. ഉപ്പ് കട്ടിയുള്ളതിനെയൊക്കെ ഉരുക്കുന്നതാണ് ഉപ്പ്. ദൈവം നിനക്ക് സാത്താന്യ ശക്തികളെ തകർക്കാനുള്ള അധികാരം. ശക്തിയുടെ സ്തോത്രം പറയാൻ കഴിയും. യിരെമ്യാ 1:9 മുതൽ യിരെമ്യാവിനോട് പറഞ്ഞു നിന്നെ തകർക്കുവാനും. വായിച്ചോ? യിരെമ്യാ 1:9 മുതൽ കൈനീട്ടി എന്റെ വായെ തൊട്ടു. ഞാൻ നിന്റെ വചനങ്ങളെ നിന്റെ വായിൽ തന്നിരിക്കുന്നു. നോക്കുക, നിർമൂലമാക്കുവാനും പൊളിപ്പാനും നശിപ്പിപ്പാനും ഇടിച്ചു കളവാനും പണിവാനും നടുവാനും ഞാൻ നിനക്ക് അധികാരം തരുന്നു. എത്ര സ്തോത്രം പറയാൻ കഴിയും? അപ്പൊ ഇടിക്കുവാൻ, പൊളിക്കുവാൻ, നശിപ്പിക്കുവാൻ ദൈവം അധികാരം തരുന്നു. ഇടിക്കാനും പൊളിക്കാനും നശിപ്പിക്കാനും മാത്രമല്ല, പണിയാനും ദൈവം അധികാരം തരുന്നു. ഇടിക്കേണ്ടത് ഇടിക്കണം, പൊളിക്കണം, അവിടെ പണിയണം. വായിക്കാൻ നേരമില്ലെങ്കിലും ഒന്ന് നോക്കിക്കോ. ന്യായാധിപന്മാരുടെ പുസ്തകം 6-ാം അധ്യായം 25-ാം വാക്യം. അവിടെ ശിംശോനോട് പറഞ്ഞു, നീ നിന്റെ അപ്പന്റെ ബലിപീഠം ഇടിച്ച് പിന്നെ അതിന്റെ മീതെ വ്യവസ്ഥ പ്രകാരം ദൈവത്തിന് വായിച്ച് കണ്ടില്ലേ, ഒരു യാഗപീഠം പണിയണം. അതായത് ഇടിക്കേണ്ടത് ഇടിച്ചിട്ട് വേണം പണിയേണ്ടത് പണിയാൻ. പഴയത് അവിടെ ഇരിക്കട്ടെ, ഒന്നുകൂടെ അവിടെ പണിയാമെന്നല്ല. പഴയതും പുതിയതും ചേർത്തുള്ള പണിയല്ല പുതിയ നിയമാരാധന. പഴയത് ഇടിക്കേണ്ടത് ഇടിച്ചിട്ട് അവിടെ പുതിയത് പണിയണം. അതാണ് വ്യവസ്ഥ പ്രകാരം. ഇടിക്കാൻ തമ്പുരാൻ പറഞ്ഞെങ്കിൽ പറഞ്ഞവൻ ഉത്തരവാദിയായിരിക്കും. അപ്പന്റെ കാളയൊക്കെ ഇടിപ്പിച്ച് കാളയൊക്കെ കൊടുത്ത് യാഗം കഴിച്ചപ്പോൾ ചെല്ലാടെ വഴക്ക് കയറാൻ വന്നു. അവരോട് ദൈവം തമ്പുരാൻ ചോദിച്ചോളൂ വന്നേ, നിന്നോട് ഇടിക്കാൻ പറഞ്ഞെങ്കിൽ നീ ഇടിക്കുക, ഇടിക്കാൻ പറഞ്ഞവൻ ഉത്തരവാദിയായിരിക്കും. ഇടിക്കുവാൻ പൊളിക്കുവാൻ ദൈവം നമുക്ക് അധികാരം തരുന്നു. ഉപ്പിന്റെ അടുത്ത പ്രത്യേകത അതിന്റെ ഏകപക്ഷീയമായ സ്വാധീനം. വൺ വേ ഇൻഫ്ലുവൻസ്. അതായത് നിങ്ങൾക്കറിയാം, സഹോദരിമാർക്കൊക്കെ അറിയാം, നമുക്കും അറിയാം. ഉപ്പ് മീനാത്തിട്ടാൽ സ്തോത്രം, മീനിന്റെ രുചി ഉപ്പെ പിടിക്കുമോ? ഉപ്പിന്റെ രുചി ഉപ്പിന് പിടിക്കുമോ? ഉപ്പിന്റെ രുചി മീൻ. ഇറച്ചിയിലിട്ടാൽ ഉപ്പിന്റെ രുചി എന്ന് പറഞ്ഞാൽ ആ രുചി അങ്ങോട്ട് കൊടുക്കുകയാണ്.
ഉപ്പ് ഇങ്ങോട്ടെടുക്കുകയല്ല. മനസ്സിലാകുന്നുണ്ടോ? നീ ലോകത്തെ അഡോപ്റ്റ് ചെയ്യുകയല്ല, ലോകം നിന്നെ അഡോപ്റ്റ് ചെയ്യണം. സ്തോത്രം. ലോകത്തിലുള്ളതല്ല നീ ഇങ്ങോട്ടെടുക്കുകയല്ല, നിന്നിൽ നിന്ന് ചിലത് ലോകത്തിലെടുക്കുവാൻ വേണം. അതാണ് ഉപ്പിന്റെ പ്രത്യേകത. പിന്നെ അടുത്ത പ്രത്യേകത, ഉപ്പ് എപ്പോഴും അങ്ങോട്ട് കൊടുത്തുകൊണ്ടിരിക്കുന്നു. അതും വളരെ അനുഗ്രഹ. ഇങ്ങോട്ട് എടുക്കുന്നില്ല, ഉപ്പ് ലയിച്ചു ചേരുകയാണ്. അങ്ങോട്ട് എന്നെ എടുത്തു എന്ന് ഉപ്പ് പറയുന്നു. എന്ന് പറഞ്ഞാൽ ഒരുവൻ കർത്താവിലായാൽ എനിക്ക് എന്ത് നേടാൻ കഴിയുമെന്നല്ല, എനിക്ക് എന്ത് കിട്ടുമെന്നല്ല, എൻ്റെ കർത്താവിന് വേണ്ടി എനിക്ക് എന്ത് ചെയ്യുവാൻ കഴിയും. ശക്തിയോടെ ദൈവത്തെ മുഖത്തില് ഒരു സമയം പോലെയാണ് കൺസോട്ട് ചെയ്യുന്നത്. അടുത്തത് ഉപ്പിന്റെ മറ്റൊരു പ്രത്യേകത. സ്തോത്രം. ഹല്ലേലൂയ. ഞാൻ പറഞ്ഞു, ഉപ്പ് അങ്ങോട്ട് നൽകുകയാണ്. ഏകപക്ഷീയമായ സ്വാധീനത. അങ്ങോട്ട് നിന്റെ കുഞ്ഞുങ്ങള് സ്തോത്രം സ്കൂളിൽ നിന്ന് വരുമ്പോൾ അവർ സിനിമാ പാട്ടും പാടിക്കൊണ്ട് നടക്കരുത്. പിന്നെയോ നിന്റെ കുഞ്ഞുങ്ങളുടെ ക്ലാസ്സിൽ പഠിക്കുന്നവൻ യേശുവിനെ കുറിച്ച് പാടണം. അത് അങ്ങോട്ടുള്ള സാധ്യത, ഇങ്ങോട്ടുള്ള സാധ്യതയല്ല. സ്തോത്രം. വേഗത്തിൽ ഉപ്പിന്റെ അടുത്ത പ്രത്യേകത. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. 2 കാര്യങ്ങൾ പറഞ്ഞിട്ട് 9. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. ലേവ്യ 2:13. ലേവ്യ പുസ്തകം 2-ാം അധ്യായം 13-ാം വാക്യം. വേഗത്തിൽ. നിന്റെ ഭോജനയാഗത്തിനൊക്കെയും ഉപ്പ് ചേർക്കണം. നിയമത്തിൽ ഉപ്പ് ഭോജനയാഗത്തിന് എന്ന് പറഞ്ഞാൽ ആരാധനയിൽ ഉപ്പ് വേണമെന്ന്. എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? കൃപയോടുകൂടി ആരാധന നടത്തണം. കൃപയില്ലാതെ 1000 ആരാധന നടത്തുന്നതിനേക്കാൾ കൃപയോടുകൂടി ഒരൊറ്റ ആരാധന നടത്തുന്നതാണ് വരുന്നത്. അതുപോലെ ശക്തിയുടെ സ്തോത്രം പറയാൻ കഴിയും. നിന്റെ ആരാധനയിൽ ദൈവശക്തി വ്യാപരിക്കണം. നിന്റെ ആരാധന ദൈവകൃപ വ്യാപരിക്കണം. നിന്റെ കൃപയിൽ ആരാധനയിൽ പരിശുദ്ധാത്മാവിന്റെ കവിഞ്ഞൊഴുക്കുണ്ടാകണം. പുതിയ നിയമ ആരാധന ആത്മാവിന്റെ കവിഞ്ഞൊഴുക്കുള്ള ആരാധനയായി. സ്തോത്രം. 10-ാമത്തെ പ്രത്യേകത, ഉപ്പിന്റെ 10-ാമത്തെ പ്രത്യേകത, ഉപ്പ് പ്രിസർവേഷൻ ഉള്ളതാണ്. ഉപ്പ് സംരക്ഷിക്കുന്നതാണ്. ഫ്രിഡ്ജ് കണ്ടുപിടിക്കപ്പെടും മുമ്പ് മത്സ്യമൊക്കെ കേടുകൂടാതെ സൂക്ഷിച്ചെങ്ങനായിരുന്നു? ഉപ്പിലിട്ടാണ്. ഉപ്പ് സംരക്ഷിക്കുന്നതാണ്. ഉപ്പ് കേടുകൂടാതെ സൂക്ഷിക്കുന്നതാണ്. ഇത് വലിയൊരു മർമ്മമാണ് ദൈവമക്കളെ. ഈ ലോകത്തിന്റെ സംരക്ഷിക്കുന്നത് ദൈവത്തിന്റെ സഭയാണ്. ലോകം കേടുകൂടാതിരിക്കുന്നത് ദൈവത്തിന്റെ സഭയുടെ ഉള്ളത് കൊണ്ടാണ്. മനസ്സിലായവർ കൈ ഉയർത്തി ശക്തിയോടെ ദൈവത്തിന് മനസ്സിലാക്കി തരാം. വേദപുസ്തകം പറയുന്നു, ഈ ലോകം നശിക്കാതിരിക്കുന്നത് ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ദൈവമക്കൾ ഇവിടെ ഉള്ളത് കൊണ്ടാണ്. ദൈവമക്കൾ ഇടിവിൽ നിൽക്കുന്നതുകൊണ്ടാണ്. നിങ്ങൾക്കറിയാമോ, ഞാൻ അന്ത്യകാല സംഭവങ്ങൾ ലോകം മുഴുവൻ പ്രസംഗിച്ചുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വരവിന്റെ മാറ്റൊലി നമ്മൾ കേട്ടുകൊണ്ടിരിക്കുക കേട്ടോ. നമ്മൾ ഓർത്തോണേ, കുറെ വലിയ വീടിന് വാങ്ങാം, കുറെ ഇവിടെ സമ്പാദിച്ചുകൂടാൻ ചിന്തിക്കരുത്. ലോക സംഭവം എല്ലാം കർത്താവിന്റെ വരവിനെ വിളിച്ചറിയിക്കുന്നു. നിങ്ങൾക്കറിയാമല്ലോ, ഇറാഖിലൊക്കെ എത്രയോ ക്രിസ്ത്യാനികളെ എത്ര ക്രൂരമായി കൊന്നുകൊണ്ടിരിക്കുന്നു. ലോകം മുഴുവൻ അങ്ങനെ സംഭവിക്കുന്നു. ബൈബിൾ പറഞ്ഞു, നിങ്ങളെ കൊല്ലുന്നവരെല്ലാം ദൈവത്തിന് വഴിപാട് കഴിക്കുന്നു എന്ന കാലം വരും. അങ്ങനത്തെ ഒരു കാലം വന്നുകൊണ്ടിരിക്കുക. സ്തോത്രം. അൽ ഖൈദയും ലഷ്കർ തോയ്ബായും ISS ഒക്കെ അത് വിശ്വസിക്കുന്നു. ഒരുത്തരെ തട്ടിയാൽ സ്വർഗത്തിൽ ചെല്ലാവുന്ന അങ്ങനത്തെ കാലമായി. അത് മാത്രമല്ല, ആമോസിന്റെ ഭവനത്തിൽ ഇങ്ങനെയുണ്ട്. 8:20 തോന്നുന്നു. സക്രിയ 8:20 വാക്യമാണ് തോന്നുന്നു. നോക്കിയേ, വൈരി നിമിത്തം പോക്കുവരത്ത് ചെയ്യുന്നവന് സമാധാനമില്ല. സ്തോത്രം. അതായത് കണ്ടോ, ആ കാലത്തിന് ശേഷം മൃഗത്തിന് കൂലിയില്ല. അവിടെ കണ്ടോ? സ്തോത്രം. കണ്ടോ? 12:8 നോക്കി. സ്തോത്രം. ഹല്ലേലൂയ. ഇല്ലെങ്കിൽ പിന്നെ നോക്കിയാൽ മതി. അതല്ല, നമുക്ക് പിന്നെ കാണിച്ചു തരാം. അപ്പൊ ഇവിടെ എഴുതിയിട്ടുണ്ട്, ആ നാളിൽ അതേതാ വാക്യം? 10:20 എന്നുള്ളത് തന്നെ പോയി. 8:10 വായിച്ചോ. ഈ കാലത്തിന് മുമ്പ് മനുഷ്യന് കൂലിയില്ല, മൃഗത്തിന് കൂലിയില്ല. പോക്കുവരത്ത് ചെയ്യുന്നവനെ വൈരി നിമിത്തം യാത്രക്കാരന് സമാധാനമില്ല. ഇംഗ്ലീഷ് വായിച്ചത് ക്ലിയർ ആയി. അടുത്തെഴുതിയിരിക്കുന്നു, ഞാൻ ഓരോരുത്തരെയും അവന്റെ അയൽക്കാരനെ തമ്മിൽ വിരോധമാക്കും. നൈബേഴ്സ് എന്നാണ്, നൈബർ കൺട്രി. എന്താണ് സംഭവിച്ചത്? മലേഷ്യയുടെ ഒരു വിമാനം ആംസ്റ്റർഡാമിൽ നിന്ന് പറന്നുപോയിരുന്നു. സുഖമായി ഉറങ്ങിക്കൊണ്ടിരുന്നവർ ആകാശിനി ചെതറി 15 കിലോമീറ്റർ ചുറ്റളവിൽ മൃതദേഹങ്ങൾ ചെതറി വീണു. അവിടെ തന്നെ മറ്റൊരു ഫ്ലൈറ്റ് ഇതുവരെ കണ്ടുപിടിച്ചില്ല. നിങ്ങൾ ഓർത്തിരിക്കപ്പെട്ടവരെ, 40 യുദ്ധക്കപ്പലുകൾ, 60 ഫൈറ്റർ വിമാനങ്ങൾ നോക്കിയിട്ട് ആ വിമാനത്തിന്റെ പൊടി കണ്ടില്ല. നിങ്ങളൊക്കെ ഉപയോഗിക്കുന്ന നിങ്ങളുടെയൊക്കെ കാറിനകത്തൊക്കെ ഇല്ലേ, നിങ്ങൾക്കൊക്കെ ഒറ്റ സ്ഥലത്ത് എന്നെത്താൻ കഴിയുന്ന, നിങ്ങൾക്ക് ഗൈഡ് ചെയ്യുന്ന 2 അടി നീളമുള്ള ഏത് വസ്തുവിൻ്റെയും ഫോട്ടോ എടുക്കാനുള്ള സംവിധാനം ബഹിരാകാശത്ത് ഒരുക്കി വെച്ചിട്ടുണ്ട്. ഭൂമിയിലുള്ള 2 അടി നീളമുള്ള. പക്ഷെ ഒരു വിമാനം പോയിട്ട് ഇതുവരെ കണ്ടുപിടിച്ചോ? കർത്താവിന്റെ കാരണമാകത്തിന് സംഭവിക്കും. അന്നൊന്നല്ല, അനേക പ്ലെയിനുകൾ കാണാതാവും. ഇതൊക്കെ ഓർത്തോണേ.
മനുഷ്യൻ പരിമിതിയുള്ളവനാണ്. യാത്ര ചെയ്തിപ്പോ എത്ര വിമാനങ്ങളോടകം തകർന്നു. നമ്മളൊക്കെ ഇത് കയറിപ്പോന്നവരല്ലേ. നീ കയറിയ പ്ലെയിനെ കർത്താവ് സന്ദർശിച്ചതാ. പോക്കുവരത്ത് ചെയ്യുന്നവന് വൈദ്യുതി നിമിത്തം സമാധാനമില്ല. ദുഷ്ടത വർദ്ധിച്ചിരിക്കുന്നു, വഷളത്വം വർദ്ധിച്ചിരിക്കുന്നു. ലോകം മുഴുവൻ അനീതി, അക്രമം, പ്രതിസന്ധി, വഷളത്വം, എന്തെല്ലാം വഷളത്വങ്ങളാണ് ഇന്ന് ടി വിയിലും ഇന്റർനെറ്റിലും വരുന്നത്. സ്വന്തം തച്ചതള്ളമാർ വസ്ത്രം മാറുമ്പോൾ അത് ഫോണിൽ ബ്ലൂടൂത്ത് വഴി കൂട്ടുകാർ കഴിച്ചു കൊടുക്കുന്ന വഷളന്മാർ നമ്മുടെ നാട്ടിലുണ്ട്. പാപം പെരുകി കഴിഞ്ഞു. ശ്രദ്ധിക്കണേ, വഷളത്വം പെരുകി കഴിഞ്ഞു. എന്നാൽ എന്തുകൊണ്ട് ദൈവനായി വരുന്നില്ല? ദൈവത്തെ കൊണ്ട് കഴിയാത്ത, ദൈവം ഒരിക്കലും ചെയ്യാത്ത 10 കാര്യം ബൈബിൾ പറയുന്നു. അതൊരു കാര്യം, ദുഷ്ടനോടുകൂടെ നീതിമാനെ നശിപ്പിക്കുവാൻ ദൈവത്തിന് കഴിയില്ല. പാപം എത്ര പെരുകിയാലും ലോത്ത് സോദോം വിടാതെ ദൈവം തീയിറക്കത്തില്ല. വഷളത്വം എത്ര പെരുകിയാലും നോഹ പെട്ടകത്തിൽ കടക്കാതെ ദൈവം ന്യായവിധിയുടെ വെള്ളം അയക്കത്തില്ല. നിങ്ങൾ ഈ മർമ്മം മനസ്സിലാക്കണം. ദൈവത്തിന്റെ സഭ ഇവിടെ ഉള്ളത് കൊണ്ടാണ് ന്യായവിധി താമസിപ്പിക്കുന്നത്. ഞാൻ ലോകം മുഴുവൻ പ്രസംഗിക്കുന്ന ഒരു കാര്യമുണ്ട്. ഇവിടെ